എല്ലാവർക്കും നമസ്കാരം. ഒരു കണ്ടിന്യൂസ് ക്ലാസ് ആണെന്ന് അറിയാം. ഒരു ലാസ്റ്റ് അവർ സെഷനാണ്. എൻ്റെ സബ്ജക്റ്റ് യുവാക്കളോടുള്ള പോലീസിൻ്റെ പെരുമാറ്റം, ബിഹേവിയർ ടു ദ യൂത്ത്, അതെങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. അത് ഏകദേശം ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പോൾ യൂത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് വളരെ റിലാക്സ് ചെയ്തിരുന്ന് നിങ്ങൾക്ക് കേൾക്കാം. ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ ആരെങ്കിലും വെള്ളം കുടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ 1 മിനിറ്റ് എടുത്തോളൂ. കാരണം അങ്ങനത്തെ ഒരു ബ്രേക്ക് മാത്രം. എന്നിട്ട് നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ബിഹേവിയർ അതിനില്ലേ, ബിഹേവിയർ ടു യൂത്ത് അല്ല, ബിഹേവിയർ ടു ദ യൂത്ത്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഞാനത് എൻ്റെ നീണ്ട പോലീസ് ലൈഫിൽ ഞാൻ കണ്ട കാഴ്ചകളും ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂടി അത് രണ്ടും കൂടി കോർത്തിണക്കിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു, ഒരു കോവിഡിനോടനുബന്ധിച്ച് അതിൻ്റെ പ്രോട്ടോക്കോൾ ലംഘനം നടത്തിയെന്ന് പറഞ്ഞ് ഒരു ക്യൂ നിൽക്കുന്നിടത്ത് ഒരു പെൺകുട്ടി വന്ന് പോലീസിനോട് തർക്കിക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ അത് എന്താ നിങ്ങൾക്ക് മനസ്സിലായേ? അതായതൊരു ലേഡി എന്തോ ഗൗരി എന്നൊക്കെ പേര് പറഞ്ഞിട്ട്, ചടയമംഗലോ മറ്റാണെന്ന് തോന്നുന്നു സ്ഥലം, അവരൊരു കൂട്ടർ അവിടെ ബാങ്കിൻ്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നിടത്ത് ആൾ കൂടിയെന്ന് പറഞ്ഞ് പെറ്റിയടിച്ചു. അതിനെ ചോദ്യം ചെയ്യുകയാണ് ഈ പെൺകുട്ടി. ബാങ്കിലെ ATM പൈസ എടുക്കാൻ വന്നതാണെന്നൊക്കെയാണ് അവരുടെ ഇതിനകത്ത്. പക്ഷെ അവരവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട് അത് വീഡിയോയിലുണ്ട്. ദാറ്റ് മീൻസ് അത് അവർ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു വൈറലാവാൻ വേണ്ടിയിട്ട്, സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടി തന്നെ മെനക്കെട്ട് വന്നിട്ട് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് യാദൃശ്ചികമാണെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പകുതിയായിട്ട് അതിൻ്റെ സ്പീച്ച് ആരംഭിക്കുകയുള്ളൂ. ഇതങ്ങനെയല്ല. പോലീസിനോട് ഇങ്ങനെ സംസാരിച്ച് തുടക്കം തൊട്ട് തന്നെ അവരെ കറക്റ്റ് ക്യാമറ ആംഗിളിൽ അവർ വരുന്നുണ്ട്, പോലീസ് ഓഫീസറെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളുണ്ട്, അത് അവർ എത്ര നിഷേധിച്ചാലും നമുക്കറിയാം. അത് അങ്ങനെ നിർത്തുന്നതിന് നമുക്കൊന്നും പറയാനും കഴിയില്ല. അപ്പോൾ അത് ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് നിങ്ങൾ. അതായത് ഒന്ന്, ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഈ ലോക്ക്ഡൗണായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു റിസൻമെൻറ്റ്സ് ഉണ്ട്, ഒരു ചെറിയ രീതിയിലുള്ള ഒരു വിഷമങ്ങളുണ്ട്. പല രീതിയിലും ജീവിതം വഴിമുട്ടിയതിൻ്റെ ഉണ്ട്, കടകൾ തുറക്കാൻ പറ്റാത്തതിൻ്റെ ഉണ്ട്, പിന്നെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള അറിയാതെയുള്ള, അങ്ങനെ ഒരാളോടും പങ്കുവച്ചിട്ടും കാര്യമില്ലാത്തത്. ഒരുപാട് എന്തെങ്കിലും തരത്തിലൊക്കെ ലോണില്ലാത്ത ആരും ഉണ്ടാവില്ല. എന്നൊരു കാറ് വാങ്ങിക്കാനായാലും വീടൊന്ന് റിപ്പയർ ചെയ്യാനായാലും എന്തെങ്കിലും കാര്യത്തിൽ ഒരു മലയാളിയാണെങ്കിൽ അയാൾക്കൊരു ലോൺ ഉണ്ടാവും. അപ്പോൾ ആ ലോണിൻ്റെ രീതി അനുസരിച്ച് അത് കൃത്യമായിട്ട് തവണകൾ ഒരു കണക്കൂട്ടലിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ ലോണൊക്കെ എടുക്കുന്നത്. ഒരു മാസം ഇത്ര വെച്ച്, അങ്ങനെ ഒരു കൊല്ലം കഴിയുമ്പോൾ ഇത്ര അടച്ചു തീരും, അപ്പോൾ ഇത്ര ശതമാനം പലിശ, അപ്പോൾ എനിക്ക് ഇത്ര വരുമാനമുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ഇത്ര വരുമാനമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും അതർ ഇൻകം ഉണ്ട്, അപ്പോൾ ഇത് ഇത്ര വെച്ച് അടച്ചു വെച്ച് എന്നാലും നമുക്ക് ജീവിക്കാനുള്ള മിച്ചമുണ്ട്. ഈ ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ഉള്ള സ്വപ്നം കണ്ടിട്ടാണ് നമ്മൾ പലപ്പോഴും ലോൺ എടുക്കുന്നത്. പക്ഷേ ഈ ബാങ്കുകളിലായാലും മറ്റേത് ധനകാര്യ സ്ഥാപനങ്ങളിലായാലും ലോൺ മുടങ്ങിയാൽ, അതിൻ്റെ തവണ മുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പലിശമ കൂട്ടുപലിശ, പിഴപ്പലിശ എന്ന് പറഞ്ഞ് വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് മുതലിനോളം തന്നെ പലിശയാവുന്നൊരവസ്ഥ വരും. എന്നിട്ട് അതിൻ്റെ അടുത്ത നടപടികൾ വരും. അതിൻ്റെ അവസാനത്തെയാണ് ജപ്തി നോട്ടീസ് എന്ന് പറഞ്ഞ സമൻസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ കടലാസുകളും വരുമ്പോൾ അവരാകെ ആശങ്കയിലാണ്. ഇന്ന് മാറും നാളെ മാറും എന്ന് പറഞ്ഞപ്പോൾ 1.5 കൊല്ലമായി. അപ്പോൾ വീണ്ടും കൂടി വരുന്നൊരവസ്ഥയിൽ, അപ്പോൾ അങ്ങനെ പകച്ച് ഒരു ആത്മഹത്യ അല്ലാതെ ഇനി എന്ത് വഴി എന്നുള്ള അവരെ ആലോചിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു പൊതുവികാരം, അതാണ് ആ വീഡിയോ അത്രയും വൈറലാവാൻ കാര്യം. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ സംസാരിക്കുന്നവർ നമ്മളെ പരമാവധി പ്രകോപിപ്പിക്കും. അവരെപ്പോഴും നല്ല ഭാഷകൾ ഉപയോഗിക്കുകയുള്ളൂ, അവരെപ്പോഴും അച്ചടി ഭാഷ ഉപയോഗിക്കുകയുള്ളൂ.
അവരെപ്പോഴും നിയമവിധേയമായ കാര്യങ്ങളെ ചോദിക്കുകയുള്ളൂ. കാരണം അവർക്കറിയാം ദേ ആർ റെക്കോർഡിങ്. പക്ഷേ ഈ സംസാരിക്കുന്ന ആൾക്ക് അത് ചിലപ്പോൾ മുഴുവൻ മനസ്സിലായെന്ന് വരില്ല. SI അവിടെ ആയിരിക്കും ചിലപ്പോൾ അവസാനം സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളെ പ്രകോപിപ്പിക്കുക, പ്രൊവോക്കേറ്റ് ചെയ്യുക. അതായത് ഉത്തരവാദിത്വമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? എന്ത് മര്യാദയാണ് നിങ്ങൾ ചെയ്യുന്നത്? എനിക്ക് നിങ്ങളൊരു പെറ്റി തന്നു, ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് പെറ്റി തന്നു, അവിടെ കുറേ ആളുകൾ നിൽക്കുന്നത്, എന്തുകൊണ്ട് അവർക്ക് നിങ്ങൾ പെറ്റി കൊടുക്കാത്തത് എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യുന്ന രീതി. അത് പെട്ടെന്ന് നമുക്ക് ഈഗോ വരും. നമ്മൾ പബ്ലിക്കായിട്ട് നമ്മുടെ അധികാരത്തിനെ ചോദ്യം ചെയ്യുകയാണോ? അപ്പം കാലങ്ങളായിട്ട് നമ്മൾ ശീലിക്കുന്ന ഒരു കാര്യമാണ് ഈഗോ. അത് മാറ്റണം തന്നെ ഞാൻ പറയുന്നു. ഇനിയുള്ള കാലത്ത് നമുക്ക് ഒരു കേരള സമൂഹത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ പോലീസിനുള്ള ഈ അനാവശ്യമായിട്ടുള്ള ഈഗോ അത് ഒഴിവാക്കേണ്ടതാണ്. അല്ലെങ്കിൽ അപകടങ്ങളിൽപ്പെടും. നമ്മൾ ഷോർട്ട് ടെമ്പേർഡാകും പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ. എന്നാൽ നീ എന്തെങ്കിലും പോയി ചേടി, നീ അങ്ങോട്ട് പോയി ഒലത്ത്, ഇമാതിരി ഡയലോഗ് അതൊക്കെ കറക്റ്റ് അവർ റെക്കോർഡ് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് നിയമം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ പോയി എന്തെങ്കിലും ചെയ്യും, നീ എന്നാൽ സഹിച്ചോ. ഇത്തരത്തിലുള്ള വേർഡ്സ് വരാതെ നോക്കുക. ആ അപകടങ്ങൾ തിരിച്ചറിയുക. വളരെ എന്തെങ്കിലും ഒരു പൊതുസ്ഥലത്ത് നമ്മൾ ഒരു ഇതിപ്പോൾ നിങ്ങളിപ്പോൾ നാളെ ബറ്റാലിയനുകളിൽ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടാവണം. പോലീസിൽ വരുമ്പോൾ, പോലീസിൽ ചേരുമ്പോൾ ഇങ്ങനെയാണ്, അല്ലാതെ നിങ്ങൾ അവിടെ ചെല്ലുന്ന കാണുന്ന ഒരു മാതൃക അല്ല അനുകരിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പോലീസ് അവിടെ ചെയ്യേണ്ടത് എന്താണെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവണം. അവിടെ ഏറ്റവും മാന്യമായ ചുരുങ്ങിയ വാക്കുകളിൽ പറയുക. പിന്നെ ഈ 10-25 പേര് നിന്നിട്ട് അതിനകത്ത് 2-3 പേർക്ക് പെറ്റി കൊടുക്കുന്നതെന്ന് പറയുന്ന അവിടുത്തെ ഔചിത്യക്കുറവുണ്ട്. എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ളവരൊക്കെ പെറ്റി കൊടുക്കുന്നതെന്നുള്ളത് സേനയിൽ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നില്ല. ചിലപ്പോൾ അവർ നിർബന്ധിതരാകുന്നതാണ്. എന്താണ് നിർബന്ധിതരാകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അവിടുത്തെ പിന്നെ റേറ്റ് കൂടുതലാണ്, ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് TPR വരെ കൂടുതലാണ്, പോലീസ് അവിടെ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല, പോലീസ് എത്ര പേർക്ക് ഇതിന് നിങ്ങൾ കേസെടുത്തു, എത്ര പെറ്റി കേസെടുത്തു എന്നുള്ളതിനൊക്കെ കുറേ വൈകുന്നേരം ആകുമ്പോൾ പിറ്റേ ദിവസം കാലത്തൊക്കെ ഇതിന് കണക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഇത് കൊടുക്കണമെന്ന് ആഗ്രഹമില്ലെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾക്ക് ഉത്തരത്തിന് വേണ്ടിയിട്ടെങ്കിലും നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിഗർ ആവശ്യമാണ്. പക്ഷെ അത് ഒരു റാൻഡായിട്ട് ആവരുത്. അത് വളരെ ഡിസ്ക്രിഷനായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അത്രയും ഡിസ്ക്രിഷനായിട്ട് ഒരു സ്ഥലത്ത് ഒരു തിക്കി കൂടി ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്ന ഒരു അവിടെയും നമ്മൾ പോവില്ല. ഈ സൈലൻ്റായിട്ട് നിൽക്കുന്ന ആളുകളെടുത്തേ പോവുള്ളൂ. ബീവറേജസിൻ്റെ വഴിക്കേ പോവില്ല. ബീവറേജിലേക്ക് പോയാൽ അവിടെ ഒന്നും കിട്ടില്ല. കാരണം അവർ ഇത്ര സാമൂഹ്യ അകലം പാലിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം വേറെ കാണില്ല. ഇത്ര സഹകരണത്തോടു കൂടി നിൽക്കുന്ന ഒരു ക്യൂ ലോകത്ത് വേറെ കാണില്ല. അത്ര ലവിങ്ങായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ കേരളത്തിൻ്റെ ഒരു കോമഡികളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരികയാണ്, ആദ്യത്തെ വിഷയം യൂത്തിൻ്റെ വിഷയമാണ്. യുവജനങ്ങളുടെ വരുമ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരു ആക്ഷൻ സീനിലൊക്കെ നിൽക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങളൊരു കോളേജിൻ്റെ മുന്നിൽ ഒരു കോളേജിലൊരു സമരം ഉണ്ടായി, നിങ്ങൾ അവിടെ ഡ്യൂട്ടിക്ക് ചെല്ലുകയാണ്. കുറച്ച് പേര് ചിലപ്പോൾ പോലീസിനെ കല്ലെടുത്തെറിയാം, അല്ലെങ്കിൽ അവർ തമ്മിൽ അവിടെ സംഘർഷം ഉണ്ടായി, പോലീസ് ഇറങ്ങി ലാത്തി ചാർജ് ചെയ്തു. ഇത് സാധാരണ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ കളക്ടറേറ്റിൻ്റെ മുന്നിലോ അവിടെയൊന്നും സാധാരണ വലിയ കുഴപ്പങ്ങളില്ല. കാരണം ഇപ്പോൾ നമുക്ക് ഈ വാട്ടർ കാനോണുണ്ട്, ജലബീരങ്കിയുണ്ട്. അതുകൊണ്ട് ഒരു പരിധി വരെ മാനേജ് ചെയ്ത് പോകും. നമുക്ക് വലിയ ലാത്തി ചാർജ് ഒന്നും ഇപ്പോൾ ചെയ്യേണ്ടി വരുന്നില്ല. വരുന്നത് ഇത്തരത്തിൽ ഇതൊന്നും ഇല്ലാത്ത ഇടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും സമരങ്ങളൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുന്നതാണ്, ഈ ഒരു കോളേജിൻ്റെ മുന്നിൽ ഒരു സമരം ഉണ്ടാകുകയാണ്, കോളേജിൽ സമരം ഉണ്ടാകുകയാണ്. അപ്പോൾ ആരോ എവിടെ നിന്നോ പോലീസിന് 1-2 കല്ലെടുത്തെറിഞ്ഞു. അല്ലെങ്കിൽ കല്ലേറെന്ന് പറഞ്ഞാൽ ബുള്ളറ്റിനേക്കാളും വേദനയുള്ള സാധനമാണ് ഈ കല്ലേറ്. പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു കല്ലേറ് മാത്രം നടത്തിയതിന് എന്നൊക്കെ ചോദിക്കും. അത് കൊള്ളുന്നവനെ അറിയുള്ളൂ അതിൻ്റെ വിഷമം. ശരിക്കും നമ്മുടെ മുഖമാണ് സംരക്ഷിക്കേണ്ടത് എപ്പോഴും. കണ്ണ്, പല്ല്, ഇതൊക്കെയാണ് ആദ്യം ഇതിൽ നമ്മുടെ മുഖത്തിൻ്റെ വൈരൂപ്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളും വലിയ തീരാനഷ്ടങ്ങളാവുന്നത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഹെൽമെറ്റൊക്കെ ധരിച്ച് പോകണമെന്നും അതിൻ്റെ ഹെഡ് ഗാർഡ് ആ ഫ്രണ്ടിൽ വെക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ അവിടെ നമുക്ക് കൊണ്ടു നമുക്ക് നന്നായിട്ട് വേദനിച്ചു. നമുക്ക് വേദനിച്ച് കഴിഞ്ഞാൽ പിന്നെ പോലീസിന് നിയമം ബാധകമല്ല, CRPCയും ബാധകമല്ല, ഒന്നും ബാധകമല്ല. നമ്മളിൽ ആ മൃഗം അങ്ങോട്ട് ഉണരും. ഒരുപാട് ആക്ഷൻസിൽ പങ്കെടുത്തിട്ട് അതിന് നേതൃത്വം വഹിച്ചിട്ടുള്ള ഒരാളെന്ന രീതിയിൽ ഞാൻ പറയുന്നത്. ജുഡീഷ്യൽ എൻക്വയറിയും മനുഷ്യാവകാശത്തിൻ്റെ എൻക്വയറിയും ക്രൈംബ്രാഞ്ച് എൻക്വയറിയും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ്.
അപ്പോൾ ഒരു ആക്ഷൻ രംഗത്ത് വരുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ വല്ലാണ്ട് വയലൻ്റായി പോകും. അത് കഴിഞ്ഞ കാലം. ഞാനത് പറയുന്നത് ഈ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും കേരള സമൂഹം രണ്ടാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരുമില്ല. കാരണം ഇതിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. കോവിഡിന് ശേഷമുള്ള കാലഘട്ടം ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് യു, നിങ്ങളോടൊപ്പം തന്നെയാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ അതിലൊരു നോക്കിക്കണ്ട ഒരു അറിവ് വേണം. അപ്പം അങ്ങ് നിങ്ങൾ രത്ത് ചാർജ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പേര് പേടിച്ച് ഏതെങ്കിലും ടോയ്ലറ്റിൽ കയറിയിരുന്നു, പോലീസിൻ്റെ അടി പേടിച്ചിട്ട് ഏതെങ്കിലും കോളേജിൻ്റെ ലാബിൽ കയറിയിരുന്നു, ടോയ്ലറ്റിൽ കയറിയിരുന്നു, പോലീസിൻ്റെ കണ്ണു പിടിച്ച് തൽക്കാലം ജീവൻ രക്ഷിക്കാൻ അടി കൊടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ കയറിയിരുന്നു. പോലീസ് അതിൻ്റെ ഉള്ളിൽ റൗണ്ട് ചുറ്റുമ്പോൾ ഈ ലാബിലോ അല്ലെങ്കിൽ ടോയ്ലറ്റിലോ കയറിയിരിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്ത് ഇറക്കിയിട്ട് അവരെ നമുക്ക് ആരോ എറിഞ്ഞൊരു കല്ലിൻ്റെ ദേഷ്യം കൊണ്ട് ഇവർ ഇതിന് ശരിക്കും ഒരു ആക്ഷനിൽ പങ്കെടുത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ലാബിൽ അവിടെ നിന്ന് അവരെ ഏറ്റവും ഒരു ക്രൗഡിൻ്റെ ഏറ്റവും പുറകിലൊന്നും അവരെറിയുക. ഒരിക്കലും മുന്നിൽ നിൽക്കുന്നവരെറിയില്ല. മുന്നിൽ നിൽക്കുക ഈ പ്ലക്കാർഡും മറ്റു സാധനങ്ങളും പിടിച്ച് നിൽക്കുന്നവർ പാവങ്ങളും നിരപരാധികളെ പലപ്പോഴും. അത് ലീഡേഴ്സ് ഉണ്ടാവും, പ്രായമുള്ളവരുണ്ടാവും, വീഡിയോയിൽ പടം കാണാൻ വേണ്ടിയിട്ട് മാത്രം തള്ളി കയറി ഫ്രണ്ടിൽ നിൽക്കുന്നവരുണ്ടാവും. ശരിയായ വില്ലന്മാർ പുറകിലും സൈഡിൽ നിന്നിട്ടാണ് എറിയുക. അവർ ആ ഏറ് കഴിഞ്ഞവർക്ക് അറിയാൻ അത്ത് ചാർജ് വരുന്നത്. അവരത് ഏറ്റവും അധികം അവർ സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് രക്ഷപ്പെട്ടു പോകും. അത് പലപ്പോഴും യുവാക്കളും ഒക്കെ തന്നെയായിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഓടി വരുന്നവരെ മൃഗീയമായിട്ട് അവിടെ ഇട്ട് തല്ലുക. പലപ്പോഴും ഇതിൻ്റെ ഭാഗമാകൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. കരയുന്ന ആ ഒരു കരച്ചിലുണ്ട് ഈ ചെറുപ്പക്കാരുടെ. ഭാവി തുലയ്ക്കരുത്, അത്ര ഞാൻ പറയുള്ളൂ. പോലീസിൻ്റെ ഒരു എന്ത് ആക്ഷൻ്റെ പേരിലായാലും ഈ എതിരിടാൻ ശക്തിയില്ലാത്ത നിൽക്കുന്ന ആളുകളുടെ നേരെ നമ്മുടെ മസിൽ പവർ ഉപയോഗിക്കരുത്. ആരും അടിവരിട്ട് പറയുകയാണ്, എതിരിടാൻ കഴിവില്ലാത്ത ആളുകളുടെ അടുത്ത്, കൈകൂപ്പി നിൽക്കുന്ന ആളുകളുടെ അടുത്ത്, കാല് പിടിച്ച് നിൽക്കുന്ന ആളുകളുടെ അടുത്ത്, കരഞ്ഞ് എന്നൊന്നും ചെയ്യില്ലേ എന്ന് പറയുന്ന ആളുകളുടെ അടുത്ത് അവിടെയല്ല ശൗര്യം കാണിക്കേണ്ടത്. ഇതൊക്കെ കഴിയും, ജീവിതമാണ്. ഇതിനൊക്കെ നമ്മൾ സമാധാനം പറഞ്ഞ ഈ ഭൂമിയിൽ നിന്ന് പോവുള്ളൂ. ഞാനൊരു എത്തിക്സ് പറയുന്നല്ല, ധർമ്മശാസ്ത്രം പറയുന്നല്ല, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ. ക്രൂരന്മാരായ കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആഫ്റ്റർ ലൈഫ്, ഇതിനകത്ത് ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ ജീവിതങ്ങൾ. അപ്പോൾ അത് പറഞ്ഞ് നിങ്ങളത് ചെയ്യാനല്ല, നിങ്ങൾ സെൽഫ് കോൺഷ്യസ് ആകുക. അപ്പം അങ്ങനെ വരുന്നവരുടെ അടുത്ത് ഒരു ഇതിനകത്ത് നേരെ മറിച്ച് വെറുതെ ലത്തിക്കൊണ്ട് വേഗം വേണ്ട, സ്ഥലം വിട്ട് പോടാ വെറുതെ എന്ന് പറഞ്ഞാൽ അവരങ്ങ് പൊക്കോളും, ജീവനും കൊണ്ട് പൊക്കോളും. ആ വലിയൊരു അടി പ്രതീക്ഷിച്ചിട്ട് ഒന്നും ചെയ്യാതെ അവർ ആ സീനാണ് നമ്മുടെ ആവശ്യം. അവിടുത്തെ അതിൽ ഉൾപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുക, അവിടുത്തെ ലോ ആൻഡ് ഓർഡർ ആ സീൻ ഡിസ്പേഴ്സ് ചെയ്യുക. രണ്ട് ഇതാണ് ലാത്തി ചാർജിൻ്റെ പ്രധാന ഉദ്ദേശം. ഒന്ന് മാത്രമേ ഉള്ളൂ, ഡിസ്പേഴ്സ് ദ മോബ്. അതാണ് ലാത്തി ചാർജ്. എന്തിനു വേണ്ടി ലാത്തി ചാർജ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തല്ലാൻ വേണ്ടിയിട്ടല്ല, ആ അക്രമാസക്തമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞു, അവർ പിരിഞ്ഞു പോയി ഓൾറെഡി, അവിടെ പർപ്പസ് കഴിഞ്ഞു. പിന്നെ അവിടെ ഇവിടെ വീണ് കിടക്കുന്നവന്, വികലാംഗര്, അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ഇത് ഒരിക്കലും അത് കട്ടിങ് എഡ്ജിൽ നിങ്ങളാണ് വരിക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളാണ് അവിടെ വരുന്നത്. ഇപ്പോൾ പോലീസിലെ ലോക്കൽ പോലീസിലെ ആളുകൾ പോലും ആയിരിക്കില്ല അവിടെ ഈ ലാസ്റ്റ് ഈ ആക്ഷനിൽ വരുന്നത്. കാരണം ഒരു 100 മീറ്ററിൽ കൂടുതൽ നല്ല സ്പീഡിൽ ഓടാൻ കഴിയുന്നത് ബറ്റാലിയനിൽ നിന്ന് വരുന്ന ആളുകളാണ് ഒരു സമരമുഖത്ത്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ മുന്നിലാണ് ഈ ഇരകൾ വന്ന് പെടുക. അപ്പോൾ അവിടെ ഒരു ആർദ്രത ഉണ്ടായേ മതിയാവും. ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ, എൻ്റെ രോഷം, എൻ്റെ ഇത് പോലീസ് സേനയോട് ചെയ്തതിൻ്റെ അത് കാണിക്കേണ്ടത് ഇവരോടാണ്. ഇതാണ് എൻ്റെ ഈ യൂത്ത് എന്നുള്ളതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മെസ്സേജ്. ഇതാണ് അവിടെ മെച്യൂരിറ്റി കാണിക്കുക, മനുഷ്യത്വം കാണിക്കുക. പിന്നെ ഓർക്കേണ്ടത്, ക്രിമിനൽസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ യൂത്ത് എന്ന് പറയുന്ന വിഭാഗം. അത് 18 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളെയാണ് നമ്മൾ ഇവിടെ യൂത്ത് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ക്രൈംസ് ഉണ്ടാകുന്നത് ഇപ്പോൾ നോക്കി കാണാം. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് കൊലക്കേസ്, അങ്ങനത്തെ കേസുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇപ്പോൾ ഏത് കൊലക്കേസ് നോക്കിയാലും അതിൻ്റെ പുറകിൽ ഒരു സൈബറിൻ്റെ ഒരു ഇത് കാണും. അപ്പോൾ ഡ്രഗ്സ്, മയക്കുമരുന്ന്, ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന ഇതിൽ ഒന്നാണ് ഈ ഡ്രഗ്സിൻ്റെ വ്യാപാരം. അത് ഓരോ ഏരിയയിലും ഓരോ ഗുണ്ടകളാണ് കൺട്രോൾ ചെയ്യുന്നത്. അവരാണ് സെയിൽസ്.
അവർ തമ്മിലുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ എറണാകുളത്ത് അവിടെ ഏതോ ഒരു സ്ഥലം പറഞ്ഞു, ആ സ്ഥലത്ത് ഒരു പയ്യനെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു. 21 വയസ്സ്, മിനിഞ്ഞാന്നുണ്ടായ സംഭവമാണ്. ഗുണ്ടാ പകയാണ്, കഞ്ചാവ് വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പകയാണ്. ഇത് എവിടെയും സംഭവിക്കാം. കാരണം യാതൊരു തരത്തിലും ശരീരം മെനക്കെടാൻ തയ്യാറല്ലാതെ, അധ്വാനിക്കാതെ ഈ ഗുണ്ട ആക്ഷൻ കൊണ്ട്, കൊട്ടേഷൻ ആക്ഷൻ കൊണ്ട് സുഖലോലുപരായിട്ട് ജീവിക്കാനുള്ളൊരവസ്ഥ. അപ്പോൾ അത് 21 വയസ്സുകാരൻ. ഈ 25 വയസ്സിന് താഴെ വരുന്ന ടീമാണ് ഇപ്പോൾ പലപ്പോഴും ഈ ഡ്രഗ് മാഫിയയിൽ വരുന്നത്. അപ്പോൾ ഒരു ഗുണ്ടയ്ക്കുണ്ടെങ്കിൽ അവനൊരു ഏരിയ ഉണ്ട്, ഒരു കോളനി, അല്ലെങ്കിൽ അവർക്കൊരു പ്രത്യേക, ബോംബെയിലൊക്കെ ദാദാമാർ, മട്ടുങ്ക ദാദ എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് ഗഞ്ച മാത്രമല്ല, ഇപ്പോൾ MDMA പോലെയുള്ള സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പോൾ ആവശ്യക്കാരൻ്റെ അതിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട്. ആ ക്വാളിറ്റി ഉള്ളതിന് ഗ്രാമിന് ഇത്ര എന്നൊക്കെ പറഞ്ഞു. അത്രയധികം ആവശ്യക്കാരുള്ളതുകൊണ്ടാണ് നമ്മൾ നിത്യേന എന്നോണം ഇത് പിടിക്കുന്നുണ്ട്, ഈ കഞ്ചാവ് പിടിക്കുന്നുണ്ട്. 1000 കിലോ 2000 കിലോ ഒക്കെ പിടിക്കുന്നുണ്ട്. എന്താ ഹൈവേ കൂടെ പോണ ഒരു ലോറിയിൽ കഞ്ചാവ് ഇരിക്കുന്നുള്ളത് പറയുന്നത്, അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് പിടിച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇൻഫർമേഷൻസാണ്. എങ്ങനെ ഇൻഫർമേഷൻസ്? പലതും പെയ്ഡ് ഇൻഫർമേഷൻസ് ഉണ്ട്. അതായത് ഈ കഞ്ചാവിന് ഇത്ര വിലയ്ക്ക് ഒരാൾ ചോദിച്ചു, അല്ലെങ്കിൽ ഒരു ടീം ചോദിച്ചു. അപ്പോൾ ആ കഞ്ചാവിന് കിലോയ്ക്ക് ഇത്ര രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ബാർഗെയിൻ ചെയ്തു, അത് ഇതിന് തരാൻ പറ്റില്ല, ഇത്രയ്ക്ക് തരാൻ പറ്റുള്ളൂ. അത് അവിടെ ബാർഗെയിൻ പൊട്ടി. ഈ മേഖലയിലുള്ളവർ തന്നെയാണ് ഇൻഫർമേഷൻ തരുന്നത്. അവൻ അടുത്ത പണി ഒറ്റ കൊടുക്കുക എന്നുള്ളതാണ്. ആ വഴിയിൽ ഇത് ഇത്രാം നമ്പർ വണ്ടിയിൽ പച്ചക്കറി കയറ്റി വരുന്നു, ഇത്രാം നമ്പർ വണ്ടിയിലുണ്ടെന്ന്. അല്ലാണ്ട് ഈ 10,000 വണ്ടികൾ പോകുന്ന ഹൈവേ കൂടെ ഒരു ഉപകരണവും ഇതിനകത്ത് ഇതിലാണ് കഞ്ചാവ് വരുന്നത്. അപ്പോൾ ഇത്രയധികം കഞ്ചാവ് അല്ലെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങൾ, മയക്കുമരുന്നുകൾ, MDMA ആയാലും ആംഫിറ്റമിൻ ആയാലും ഇതൊക്കെ കേരളത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത്രയധികം ആവശ്യക്കാരുണ്ടെന്നുള്ളതാണ്. ഇത്രയും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ കാര്യം, ഇവരെയാണ് നിങ്ങൾ നാളെ ഡീൽ ചെയ്യാൻ പോകുന്നത്. നേരത്തെയുള്ള കൺവെൻഷണൽ ക്രൈംസൊക്കെ ഒരുപാട് മാറി. ഈ മോഷണം, ചീറ്റിങ്, അത് ആ രീതികളിലേക്കാളൊക്കെ ഒരു ഉപരിയായിട്ട് എല്ലാ കോൺസെൻട്രേഷൻസ് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുക. ഒരു മുതൽ മുടക്കം ആവശ്യമില്ല, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല. അപ്പോൾ ഒരു ഗുണ്ടയുടെ കീഴിലുള്ള അതിന് ഏജൻസികൾക്ക് കൊടുക്കും, അതിൻ്റെ സബ് ഏജൻസികൾ വരും. പോലീസ് പിടിക്കുന്ന ഈ സബ് ഏജൻറ്റിനെയാണ്. ഈ സബ് ഏജൻറ്റിന് ഏറ്റവും താഴെ കണക്കിലെടുക്കുന്ന 1 കിലോ കഞ്ചാവ് കൊച്ചു പൊതികളിലായിട്ട് കൊടുക്കുന്നവനെയാണ് പോലീസ് പിടിക്കുന്നത്. ഇവൻ എവിടെ നിന്ന് കിട്ടിയെന്നതിൻ്റെ സോഴ്സ് കിട്ടണം. ഈ NDPS ആക്ട് വെച്ചിട്ടാണ് ഈ കേസ് എടുക്കുന്നത്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് എന്നാണ് ഫുൾ ഫോം. ഈ NDPS വെച്ച് ആക്ട് അതൊരു വളരെ ഗൗരവമുള്ളൊരു കേസാണ്. ആ കോടതിയിൽ വരുമ്പോൾ പ്രധാന ചോദ്യം ഇതിൻ്റെ സോഴ്സാണ്. ഇത് എവിടെ നിന്ന് കിട്ടി? ഈ കഞ്ചാവ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ ഏതോ ഒരു തമിഴൻ കൊണ്ടുവന്നു, ഇത്ര അയാൾക്ക് പറയാൻ പറ്റും. ഈ കൊണ്ടുവരുന്ന ആളെ അയാളുടെ പേര് പറയില്ല, മറ്റും പറയില്ല. പറഞ്ഞാൽ തന്നെ അയാൾക്ക് ചിലപ്പോൾ അറിയാം ഇന്ന ഗുണ്ടയുടെ കീഴിലുള്ള, അവൻ്റെ തല പോയാൽ അവൻ ഇന്ന ഗുണ്ടയാണ് തന്നതെന്ന് പറയില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ തല അവരുടെ അവസാനിക്കും. അപ്പോൾ ഇത് വലിയ കാര്യമായിട്ട് കേരള സമൂഹത്തെ പിടിമുറുക്കിയിരിക്കുന്നു. പണ്ട് മട്ടാഞ്ചേരിയിലും കൊച്ചിയുടെ പരിസരങ്ങളിലും പിന്നെ തിരുവനന്തപുരത്ത് ചില കോസ്റ്റൽ ഏരിയകളിലും മാത്രം വ്യാപകമായിരുന്ന ഈ കഞ്ചാവ് ഇന്ന് ഗ്രാമാന്തരങ്ങളിൽ, വീടാന്തരങ്ങളിൽ മുഴുവനും പടിവാതിൽക്കലെത്തി നിൽക്കുന്ന അവസരമാണ്. ഒരുപാട് മലയാളിയുടെ ഇന്ന് ദാരിദ്ര്യം വന്ന് പിടിമുറുക്കിയതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട് അതിനകത്ത്. മദ്യം അവൈലബിൾ അല്ലാത്തതിന്, മദ്യത്തിന് ഒരുപാട് വില കൂടിയപ്പോൾ അത് വാങ്ങിക്കാൻ കഴിയില്ലാത്തവൻ എളുപ്പമായിട്ട് ഇതിലേക്ക് തിരിയുന്നതിൻ്റെ ഒക്കെ കാരണങ്ങളുണ്ട്. ഈ രംഗത്തുള്ളതൊക്കെ യുവാക്കളാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് ഒരാളെ പിടിച്ചിട്ട് അയാൾ നേരത്തെ കഞ്ചാവ് കേസിലെ പ്രതിയാണ്, അയാൾ ശിക്ഷ കിട്ടിയിട്ടുണ്ടാകാം. ശരിക്കും അതൊക്കെ എക്സൈസാണ് ശരിക്കും ചെയ്യേണ്ടത്. എന്നാലും പോലീസും കൂടി അതിന് കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പൊസഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കേസ് നിൽക്കുള്ളൂ. കഞ്ചാവ് കേസ്, ഒരാളെ കഞ്ചാവ് വിൽക്കുന്നവനെ പിടിച്ചു, എന്നിട്ട് വേറെ എവിടെന്നെങ്കിലും അത് റിക്കവറി കാണിച്ചു കഴിഞ്ഞാൽ ആ കേസ് നിൽക്കില്ല, കേസ് വിട്ടുപോകും. അപ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ അവൻ്റെ ബാഗിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ അവൻ്റെ കാറിൽ നിന്ന് കണ്ടെത്തി, ഇടുക്കിയിൽ നിന്ന് കണ്ടെത്തി എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താലേ ആ കേസ് നിൽക്കുള്ളൂ. അപ്പോൾ അവൻ്റെ കയ്യിൽ നോക്കിയപ്പോൾ ആകെ 10 ഗ്രാം കഞ്ചാവേ ഉള്ളൂ. അത് വെച്ചിട്ട് കേസെടുക്കാൻ പറ്റില്ല. കാരണം അവൻ്റെ കൺസംഷന് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് അവൻ വാദിക്കും. അപ്പോൾ അവനെ അതിനകത്ത് പെടുത്താൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ നേരത്തെ പോലീസിൻ്റെ എവിടെയെങ്കിലും കസ്റ്റഡിയിലിരിക്കുന്ന ഒരു കിലോ കഞ്ചാവ് ഇരിക്കുന്നുണ്ട്, ഇതാ അവന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക.
ആ പ്രതിക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക, അവൻ്റെ കയ്യിൽ ഇത്രയും കിട്ടിയെന്നും പറഞ്ഞു. ഇമ്മാതിരി കാര്യങ്ങൾ ചെയ്യരുത്. അവൻ എത്ര ചരിത്രം കാര്യങ്ങളുണ്ടായാലും അതിൻ്റെ പേരിൽ അവൻ ജയിലിൽ കിടക്കുക എന്ന് പറയുന്ന ആ രീതിയിലേക്ക് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ കള്ളക്കേസുകളിൽ ചിലപ്പോൾ ചില മോഷണം, ചിലപ്പോൾ ഒരു 1000 രൂപയുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ മൊബൈൽ ഫോൺ പഴയതായിരിക്കാം. അത് പരാതിക്കാരന് പരാതി പോലും ഉണ്ടാവില്ല ചിലപ്പോൾ, സാർ എനിക്ക് ആ മൊബൈൽ ഫോൺ തിരിച്ചു തന്നാൽ മതി. അതല്ല, എന്തോ കാരണത്താൽ മറ്റവനോട് ദേഷ്യം. ആ ദേഷ്യം പലപ്പോഴും ഈ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും അഭിമാനമുള്ള പ്രായമാണ്. അതുകൊണ്ട് തന്നെ പലരും ഒരു ചോദ്യം ചെയ്യും, ഇതെന്താ സാറേ എന്ന് ചോദിക്കും ചെറുപ്പക്കാർ. കാരണം ഏറ്റവും എനർജിയുള്ള പ്രായമാണ്. 33 വയസ്സ് വരെയാണ് ഏറ്റവും കൂടുതൽ പറയുക. 27 വയസ്സാണ് ഒരു യുവാവിന് ഏറ്റവും സൗന്ദര്യമുള്ള പ്രായം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 27 വയസ്സാണ്. അവൻ്റെ ശരീരത്തിലെ സെല്ലുകൾ അതിൻ്റെ ഇത് കുറയാൻ തുടങ്ങുന്ന പ്രായം ഏതാണെന്ന് വെച്ചാൽ 33 വയസ്സ്. പിന്നെ പുതിയ സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ സംഭാവന ചെയ്തിട്ടുള്ള മഹാന്മാരൊക്കെ 33 വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. യേശുദേവൻ 33 വയസ്സ്, ശ്രീ ശങ്കരാചാര്യർ 33 വയസ്സ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ് 33 വയസ്സ്. അപ്പോൾ അങ്ങനെയുള്ള ആ യുവത്വം എന്ന് പറയുന്ന പ്രായത്തിൽ ഒരു പബ്ലിക്കായിട്ടായാലും മറ്റേത് രീതിയിലായാലും പണ്ടത്തെ പോലെ അങ്ങനെ സബ്മിസീവായിട്ട് നിന്നുകൊള്ളുന്നില്ല. ഒരു പ്രായം കഴിഞ്ഞ് കുറച്ചും കൂടി പക്വത വരും. അത് പോലീസിനോട് അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഈ പ്രായത്തിൽ അവർക്ക് അങ്ങനെ തോന്നുന്നൊരു പ്രായമാണ്. എന്തിനേയും യുക്തിഭദ്രമായിട്ട് മാത്രം അവർ വിശ്വസിക്കുക. നീ ചെയ്തത് വലിയ തെറ്റാണ്, അതെങ്ങനെ സാർ തെറ്റാവും? സാമൂഹ്യ അകലം, എന്ത് സാമൂഹ്യ അകലം സാർ? ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, അങ്ങനെയാണെങ്കിൽ സാർ എന്താ അവിടെ പോയിട്ട് അത് ചെയ്യാത്തേ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ കഴുത്തിന് പിടിക്കുകയും അവൻ്റെ ചേട്ടത്തടിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. ഒരിക്കലും ഇങ്ങനെ ചെകിടത്തടിക്കുക എന്ന് പറയുന്നത് പോലീസിൻ്റെ ഒരു ഏറ്റവും ആദ്യം ചെയ്യുന്നൊരു പണിയാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈ കൊണ്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ അടിച്ചു തട്ടി നോക്ക്, എത്ര പെയിൻഫുള്ളായിരിക്കുന്നു. അവനവൻ്റെ മരണം വരെ ആ പോലീസിനെ അവൻ സ്നേഹിക്കില്ല, വെറുക്കും. ഏതെല്ലാം മാധ്യമങ്ങളിൽ എവിടെയെല്ലാം രീതിയിലല്ല അവൻ ശപിക്കും. ആദ്യം ചെയ്ത പണി അടിച്ചുള്ള അടിയാണ്, അല്ലെങ്കിൽ 2 കൈയും ചേർത്ത് ചെവിട് കൂട്ടി അടിച്ച് രണ്ടെണ്ണം പൊട്ടിപ്പോകുന്ന അവസ്ഥയിൽ. അപ്പോൾ അത് ഒരു പ്രായം കഴിഞ്ഞവൻ ചിലപ്പോൾ അത് എൻ്റെ വിധി എന്ന് കരുതി ചിലപ്പോൾ സഹിച്ചു എന്ന് വരും. പക്ഷെ ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത്, അപ്പോൾ യുവാക്കൾ പലപ്പോഴും തീവ്രവാദത്തിലേക്കൊക്കെ ഏറ്റവും ആകർഷിക്കപ്പെടുന്ന ചെറുപ്പക്കാരാണ്. പുതിയ ആശയങ്ങൾ, പുതിയ ലോകത്തെ എന്താ പറയുക, ഒരു അധ്യാപകൻ, ഒരു വിദ്യാർത്ഥി, ഒരു പുസ്തകം, ഒരു പേന ലോകത്തെ മാറ്റിമറിക്കാൻ ധാരാളമാണിത് എന്ന് പറഞ്ഞ മലാല യൂസഫ്, താലിബാൻ്റെ തോക്കുകൾക്കിടയിലൂടെ കഷ്ടി രക്ഷപ്പെട്ട് ലോകത്ത് നോബൽ സമ്മാനം വരെ കിട്ടിയ മലാല യൂസഫ്, അവർ പറഞ്ഞ വരികളാണ്. അപ്പോൾ വളരെ വലിയ ആശയങ്ങളൊക്കെ ആയിട്ട് വരുന്നൊരു പ്രായമാണ്. അപ്പോൾ അവരത് ഡീൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടൊരു പക്വത വേണം. നിങ്ങൾ പെട്രോളിൽ നടക്കുന്ന രീതിയിൽ ഒരു മൊബൈൽ പെട്രോളോ മറ്റേതെങ്കിലും രീതിയിൽ വരുമ്പോൾ നിങ്ങൾ റോഡ് സൈഡിലോ അല്ലെങ്കിൽ പാർക്കിലോ വേറെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിലോ എവിടെയെങ്കിലും ഒരു പെൺകുട്ടിയുടെ മടിയിൽ ഒരുത്തൻ തല വെച്ച് കിടക്കുന്ന ഒരു രംഗം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിൽ ഭയങ്കരമായിട്ടുള്ളൊരു പാരൻ്റ് ഈഗോ എന്ന് പറയും സൈക്കോളജിയിൽ, ഭയങ്കര വിഷമമാണ് നിങ്ങൾക്കത്. നിങ്ങളെ കണ്ടിട്ട് അത് അവിടെ നിന്ന് എണീറ്റില്ല, ഒരു തെറ്റ് ചെയ്യുകയാണെന്നുള്ളൊരു ബോധം അവർക്കില്ല. എന്ത് തെറ്റ്? അവരോട് നിങ്ങളിവിടുത്തെ പോകണം, എൻ്റെ പേരെന്താ, അഡ്രസ്സ് എന്താ, ഇതൊക്കെ ചോദിക്കാൻ എന്താ അവകാശം നമുക്ക്? ഞാൻ വളരെ വ്യത്യസ്തമായിട്ടാണ് നിങ്ങളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നത്. പോലീസ് യൂണിഫോം ഇട്ട് പോയി കഴിഞ്ഞാൽ ഒരാൾ മടിയിൽ ഒരാൾ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ധാരണ ഇവരിപ്പോൾ ഒളിച്ചോടി പോവും, ഇവരിപ്പോൾ മറ്റേ പെൺകുട്ടീനെ മറ്റവൻ ചതിച്ച് അവൻ ബലാത്സംഗം ചെയ്യും, വലിയ ക്രൈംസ് വരും. ഇതൊക്കെയാണ് നമ്മുടെ ആൻറ്റിസിപ്പേഷൻ. നോ, നമ്മളെ കോഴിക്കോട് പ്രസിദ്ധമായിട്ടുള്ളൊരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. അതിന് മുമ്പ് പറഞ്ഞിരുന്നത് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്നാണ്, REC. നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ പോലീസ് ഉരുട്ടിക്കൊന്നു എന്ന് പറയുന്ന രാജനൊക്കെ പഠിച്ച കോളേജ്. ആ കോളേജിൻ്റെ പേരിപ്പോൾ വേറൊരു പേരാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്, NIT. ആ കോളേജിൻ്റെ മുന്നിൻ്റെ കൂടെ അവിടുത്തെ ACP ആയിരുന്നു ഞാൻ. അതിൽ പെട്രോളിയം പോകുമ്പോൾ ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏറ്റവും ടോപ്പ് മോസ്റ്റ് മാർക്ക് കിട്ടുന്ന കുട്ടികൾ മാത്രം വരുന്നൊരു കോളേജാണ്. നാഷണൽ ടെസ്റ്റുകൾ എഴുതിയിട്ട് പാസ്സായിട്ട് വരുന്ന കുട്ടികളാണ് അവിടെ വന്ന്. കാരണം അതൊക്കെ വീടുകളിലിരുന്ന് ശ്വാസം മുട്ടി പഠിച്ച് എല്ലാത്തിനും ഈ മാർക്ക് പാരൻസ് പറയണതും ടീച്ചേഴ്സ് പറയണതും എല്ലാ സമയവും അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു ഏറ്റവും വലിയൊരു സ്കോർ മാർക്ക് കിട്ടി, അഡ്മിഷൻ കിട്ടി. ഇവിടെ വരുമ്പോൾ സ്വതന്ത്രമായൊരു ലോകം. പഠിക്കണമെന്ന് ആരും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ ഡൂ ഇല്ല, ഡോൺസും ഇല്ല, ഒന്നുമില്ല. സ്വാഭാവികമായിട്ട് അവൻ്റെ സമപ്രായം അല്ല അവളുടെ സമപ്രായക്കാരനായ കണ്ട സുഹൃത്തിനോട് അവന് തോന്നുന്ന പ്രണയം അല്ലെങ്കിൽ അടുപ്പം, ഒരു പ്രത്യേക സ്നേഹം, അത് റോഡിൽ വന്നിരുന്ന് കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ടോ? അത് അവിടെ പോലീസ് പോകുമ്പോൾ എൻ്റെ പോടാ ഒക്കെ കോളേജിൽ പോയി മതിരാ. പൊതു വഴിയിലാണ് ഈ വക പോക്കിരിത്തരൊക്കെ കാണിക്കുന്നത്. ഇങ്ങനെ പോലീസ് പറഞ്ഞാൽ അവരെങ്ങനെ ഉൾക്കൊള്ളും? നേരെ മറിച്ചൊരു വിജനമായൊരു സ്ഥലം, ഒരു അൺടൈമിൽ, ഒരു സമയം കഴിഞ്ഞ രാത്രി അല്ലെങ്കിൽ സമയം കഴിഞ്ഞു ഒരാൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പോകുന്ന രീതിയിൽ നമുക്ക് പറയാം. നമ്മളിങ്ങനെ പറയണമെന്നല്ല പറയുന്നത്, ഞാൻ ആ ആറ്റിറ്റ്യൂഡിൽ വരേണ്ട മാറ്റം ഞാൻ പറയുന്നത്. സമയം കുറേ ആയല്ലോ. ഇല്ല സാർ, ഞങ്ങൾ പോകണം സാർ. എന്തൊരു അത് നമ്മളോടൊരു അധികമായിട്ട് അറിവുണ്ടാവും അവരെ കാണാൻ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എന്താണ് പെഗാസസ്? മനസ്സിൽ പറഞ്ഞു, നമുക്കറിയാലോ പെഗാസസ് എന്ന് പറഞ്ഞാൽ എന്താണ്. അതൊരു ഇസ്രായേലി ചാരസംഘടനയാണ്. എന്താ അതിപ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ കാരണം നിങ്ങൾക്കറിയാലോ. ഇന്ത്യയിലെ ഒരുമാതിരി ആളുകളുടെയൊക്കെ ഫോൺ ചോർത്തിയ ഏജൻസിയാണെന്നാണ് പറയുന്നത്. പാർലമെൻറ്റിലൊക്കെ ദിവസങ്ങളായിട്ട് ബഹളം നടക്കുകയാണ്. വലിയ വലിയ പത്രപ്രവർത്തകരുടെ, രാഷ്ട്രീയ നേതാക്കളുടെ, അങ്ങനെ ഒരുപാട് ആളുകളുടെയൊക്കെ ഫോൺ ചോർത്തിയ, അതിന് സഹായം ചെയ്തു കൊടുത്ത ഒരു ഏജൻസി. അപ്പോൾ ആ പെഗാസസ് എന്ന് പറയുമ്പോൾ അത് വെറുതെ അങ്ങനെ വായിച്ചു പോകാനുള്ളതല്ല, നിങ്ങളത് അറിയണം. ഈ പെഗാസസ് എന്നുള്ള വാക്ക് അതെവിടെ നിന്ന് വന്നിട്ടുള്ളൊരു വാക്കാണ്. കുറേയൊക്കെ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് സെർച്ച് ചെയ്തു നോക്കാം. ഉണ്ടാവണം, ക്യൂരിയോസിറ്റി ഉണ്ടാവണം. പോലീസ് ലൈഫിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവണം. നോളജ് ഈസ് പവർ, മറക്കരുത്. ഒരുപാട് APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒരുപാട് നല്ല ക്യാപ്ഷൻസ് ഉണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ അത് ഗ്രീക്ക് മിഥോളജിയിലെ, ഗ്രീക്ക് പുരാണത്തിലെ സിയൂസ് എന്ന് പറയുന്ന ദേവൻ്റെ കുതിരയുടെ പേരാണ് പെഗാസസ്. അപ്പോൾ ഒരു പുതിയ അറിവായി നിങ്ങൾക്ക്. ഇത് ഇങ്ങനെ അറിയാത്തവരോട് ചെന്നിട്ട് നിങ്ങൾ അവിടെ ചെന്ന് കടങ്കഥ ചോദിക്കുന്ന പോലെ ചോദിക്കാനല്ല ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഗ്രീക്ക് പുരാണം, ഗ്രീക്ക് മിത്തോളജി, അതിലൊരു സിയൂസ് എന്ന് പറഞ്ഞൊരു ദേവനുണ്ട്. ആ സിയൂസ് ദേവൻ്റെ കുതിരയുടെ പേരാണ് പെഗാസസ്. അപ്പോൾ ഇനി നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളടുത്ത് ഇനിയുള്ള കാലത്തൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് IPC CRPC പോലെ തന്നെ, എവിഡൻസ് ആക്ട് പോലെ തന്നെ, അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സൈബർ ക്രൈംസിനെ കുറിച്ചാണ്. നിങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ടാവാൻ പലരും. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതറിയണം. കാരണം എന്നാലാണ് നിങ്ങൾക്ക് ഒരാളെ കൈകാര്യം ചെയ്യുമ്പോൾ, സമീപിക്കുമ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ബുള്ളിയിങ് എന്താണ്, സൈബർ സ്റ്റോക്കിംഗ് എന്താണ്, ഹാക്കിംഗ് എന്താണ്, ഫിഷിംഗ് എന്താണ്, ഫാമിംഗ് എന്താണ്, സോഷ്യൽ എൻജിനീയറിംഗ് എന്താണ്, ഇതൊക്കെയാണ് ക്രൈംസ്. അതായത് ഒരു സിനിമാ നടൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ്, സിനിമാ നടൻ്റെ പേരുള്ള ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ ഒരു പെൺകുട്ടി ആ സിനിമാ നടനോടുള്ള ആരാധന മൂത്തിട്ട് ആ ഗ്രൂപ്പിൽ അങ്ങ് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ഒരാൾ, ഒരു സ്ത്രീ നോക്കിയപ്പോൾ മഞ്ജു വാര്യർ, ആഹാ കുറേ കാലമായി മഞ്ജു വാര്യരെ നോക്കിയിരിക്കുന്നു. ആ മഞ്ജു വാര്യർ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു. എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റോ? ഉടനടി കൊടുത്തു, കൺഫേം. പിന്നെ മഞ്ജു വാര്യരായിട്ട് ഭയങ്കര ചാറ്റിംഗ് ആണ്. പ്രായം 17 വയസ്സ് പോലും ആയിട്ടില്ല. ആ പെൺകുട്ടിയാണ്. കുറച്ച് കഴിയുമ്പോൾ മഞ്ജു വാര്യർ പറയുന്നു, കുട്ടിയുടെ ഫോട്ടോ ഇങ്ങനെയല്ലല്ലോ, കുറച്ചും കൂടി നല്ല ഒരു സ്റ്റൈലായിട്ടുള്ളൊരു ഫോട്ടോ കാണട്ടെ.
അങ്ങനെ പറഞ്ഞ് വീട്ടിലാരൊക്കെയുണ്ട്, അച്ഛനുണ്ട്, അച്ഛൻ്റെ ഫോൺ നമ്പർ എത്രയാണ്, മറ്റുള്ളവരുടെ ഫോൺ നമ്പർ എത്രയൊക്കെയാണ്, കംപ്ലീറ്റ് ഡാറ്റ ആ മഞ്ജു വാര്യർക്ക് അയച്ചു കൊടുത്തു. മഞ്ജു വാര്യരാണെന്ന് ധരിച്ചിട്ട്. അതൊരാണായിരുന്നു. ഈ പ്രൊഫൈൽ പിക്ചർ നോക്കിയിട്ട് അവർ ലേഡീസിന് സംസാരിക്കുന്ന പോലെ സംസാരിച്ച് പിന്നെ അത് ബ്ലാക്ക് മെയിലിംഗ് ആക്കി. അതാദ്യം 10,000 ചോദിച്ചു. കാരണം അവിടെ ഫോട്ടോസ് കൊടുത്തതുമൊക്കെ മോർഫിൻ ചെയ്ത് അത് ന്യൂഡ് ഫോട്ടോസാക്കി, നെഗഡ് ഫോട്ടോസാക്കി നെറ്റിൽ അയച്ചു കൊടുക്കും. ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുത്ത കാരണം നമ്മുടെ കംപ്ലീറ്റ് ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ് അവരിലുണ്ട്. ഇവർക്കൊക്കെ നിങ്ങളുടെ ഈ ന്യൂഡ് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അത് അങ്ങ് വാങ്ങിച്ച് ഇത് പൈസ കൊടുക്കുന്നവർ ഒരിക്കലും തൃപ്തിയാവില്ല. ഏറ്റവും അവസാനമാണ് അത് സൈബർ പോലീസ് സ്റ്റേഷനിൽ വന്നത്. അത് മിക്കവാറും ഒരു കയറി തൂങ്ങി പോകേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടോ ഇത്തരം കേസ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് ബുള്ളിയിങ്, BULLYING, ബുള്ളിയിങ്. അപ്പോൾ ഇതുപോലൊക്കെ തന്നെയാണ് ഹാക്ക് ചെയ്യുന്നത്. ഫോണിൽ ഹാക്ക് ചെയ്തിട്ട് കുറേ പൈസ തട്ടുന്നത്. അത് ഇല്ലീഗൽ ഇൻട്രൂഷൻ ഇൻടു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു കമ്പ്യൂട്ടറിലേക്ക് അയാളുടെ ഓണറുടെ അതിൻ്റെ യൂസറുടെ അനുമതിയില്ലാതെ അതിലേക്ക് ഇല്ലീഗലായിട്ട് ഇൻട്രൂസ് ചെയ്ത് തരുന്നതിനാണ് ഹാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ കുറേ പൈസ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് നമ്മുടേതല്ലാത്ത വേറൊരു ഫേസ്ബുക്ക് അക്കൗണ്ട്, വ്യാജ പ്രൊഫൈൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പേരിൽ പൈസ ആൾക്കാരെ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പൈസ അയച്ചു തരാൻ പറയുന്ന ആ ഒരു രീതി. അതൊക്കെ അതിന് മൊത്തത്തിൽ പറയുന്നതാണ് നമ്മുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലെയല്ല. ഒരു സൈബർ തട്ടിപ്പിനെയാണ് നമ്മൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഇന്ന് ആവശ്യമുള്ള നോളഡ്ജ് നിങ്ങൾ അക്വയർ ചെയ്യണം. ക്ലാസ്സിന് എത്രയും പറഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും കാലത്തൊക്കെ ഗ്രൗണ്ടിലൊക്കെ ഇരുന്നിട്ട് വളരെ ടയർഡായിട്ട് വന്നിരുന്നിട്ട് നിങ്ങളുടെ അടുത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം നിങ്ങൾക്ക് അത് ഇംബൈബ് ചെയ്യാൻ പറ്റും എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അതിനുപരി നമ്മൾ സെൽഫായിട്ട് കുറേ ഇത്തരത്തിലുള്ള നോളഡ്ജുകൾ, സൈബർ ക്രൈംസ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ സൈബർ സ്റ്റോക്കിംഗ് ഉണ്ട്. അതായത് ഒരു സ്ത്രീനെ വിളിച്ചിട്ട് നിരന്തരമായിട്ട് എനിക്ക് സ്നേഹമാണ്, പ്രണയമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുക, പിന്നെ തെറി പറയുക, ചീത്ത പറയുക, ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വിടാതെ പിന്തുടരുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ നമ്പറിൽ നിന്ന് വിളിക്കുക. ഇതൊക്കെയാണ് സൈബർ സ്റ്റോക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സൈബർ ക്രൈംസിനെ കുറിച്ച് നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടായി കഴിഞ്ഞാൽ ഒരാൾ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം വന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രീതിയിൽ മനസ്സിലെന്താ ഉണ്ടാവുക? അതൊക്കെ എന്തോ മാനസിക പ്രയാസം ഉണ്ട് അയാൾക്ക്. എന്താ മാനസിക സാമ്പത്തികമായിട്ട് പ്രശ്നമുണ്ടോ, വീട്ടിൽ അച്ഛനും അമ്മയും എന്തെങ്കിലും തരത്തിൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, ഇങ്ങനെ 2-3 ഫ്രെയിമിൽ അവസാനിക്കും നമ്മുടെ സ്വാഭാവികമായിട്ട്. പക്ഷേ ഇവിടെ നിന്ന് കിട്ടുന്ന ഈ വേദനയുണ്ടല്ലോ, സൈബർ ക്രൈമിൽ നിന്ന് കിട്ടുന്നത് അത് മരണത്തിൽ അവസാനിക്കുള്ളൂ. അപ്പം അവിടെ ഒരു ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള പോലീസ് അറിയേണ്ട അറിവിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു തരുന്നത് കാത്തു നിൽക്കാതെ, നിങ്ങളിവിടുന്ന് പാസ് ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരാളും ഇല്ല നിങ്ങൾക്ക് പറഞ്ഞു തരാനും എഴുതി തരാനും. അത് നിങ്ങൾ സ്വയം ആർജിക്കും. നിങ്ങൾ ഇതൊന്നും ആർജിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 1-ാം തീയതി ശമ്പളം കിട്ടും. കൃത്യമായ സമയത്ത് നിങ്ങൾ ലോക്കലിലേക്ക് പോവും, അവിടെയൊക്കെ ഇങ്ങനെ കയറി പോകും. നിങ്ങളുടെ പ്രയോറിറ്റികൾ വേറെ പലതും ആവും. നിങ്ങൾ എന്തിനാണോ പ്രയോറിറ്റി ജീവിതത്തിൽ കൊടുക്കുന്നത് അതാ നിങ്ങളാവുള്ളൂ. അതായത് നിങ്ങൾ നല്ല ഒരു അറിവുള്ളൊരു ഉദ്യോഗസ്ഥനാവാനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതാവും. അതല്ല ഞാൻ കുറേ ഇതിനകത്തിൽ നല്ല കലാകാരനാണ്, അപ്പോൾ അവിടെ ഉള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിൽ മാത്രമാണ് കോൺസെൻട്രേഷൻ എന്നുണ്ടെങ്കിൽ അതങ്ങനെ പോകും. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഒരു സേവകനായിട്ട് നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ അവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒരു അഭിമാനം നിങ്ങളുടെ കാക്കിയോട് തോന്നണമെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്ക്, നിങ്ങളുടെ നാട്ടുകാർക്ക്, നിങ്ങളുടെ സ്റ്റേഷൻ അതിർത്തിയിലുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളെ അറിയുന്നവർക്ക് അയാളൊരു ബോൾഡ് ഓഫീസറാണ്, അയാളൊരു വർക്ക് നോയിങ് ഓഫീസറാണ്, ജെൻറ്റിൽ ഓഫീസറാണ് എന്ന് തോന്നണമെങ്കിൽ ഞാൻ വീണ്ടും എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ആവണം. അതുപോലെ തന്നെ തീവ്രവാദ കേസുകളുണ്ടാവും, മാവോയിസ്റ്റ്, ഇതൊക്കെ കേരളത്തിലില്ലാതെന്നും പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ മലപ്പുറം ജില്ലയുടെ ഭാഗത്തും കോഴിക്കോടിൻ്റെയും ഹൈ റേഞ്ച് ഏരിയകളിൽ നല്ല രീതിയിൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പാലക്കാടിൻ്റെ ഇവിടെ നടക്കുന്നുണ്ട്. കാരണം അതൊക്കെ ആന്ധ്രയിൽ നിന്നുള്ള പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ടീമാണ്. അവരവിടെ ഒരുപാട് ആയുധങ്ങളും ഒരുപാട് വിദേശ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലെ സാമ്പത്തിക സഹായവും മറ്റെല്ലാം കിട്ടുന്ന ഒരു സംഘടനയാണ്. അവർ പലപ്പോഴും ആ മല റൂട്ട് വഴി തന്നെ
നേരെ ഈ നമ്മുടെ ഹൈ റേഞ്ച് ഏരിയ ആയിട്ട് വരുന്ന ഏരിയകളിൽ അവരുടെ താവളങ്ങളുണ്ടാവും. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു ആകർഷണം പെട്ട് ചില ചെറുപ്പക്കാർ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. പക്ഷെ അവരുടെ പേരിൽ നമ്മൾ പലപ്പോഴും UAPA ചുമത്തുമ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് നാളെ കൈകാര്യം ചെയ്യേണ്ട വിഷയമൊന്നുമല്ല എന്നറിയാം. എന്നാലും മനസ്സിലാക്കണം, നിങ്ങളൊരു പാർട്ട്ലി നോളജ് അല്ല ആവശ്യം, പരമാവധി ഒരു കോംപ്രിഹെൻസീവ് നോളജ് ഉണ്ടാവാൻ ശ്രമിക്കണം. അപ്പോൾ എന്താണ് UAPA? അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, വിധ്വംസക പ്രവർത്തനങ്ങളുടെ തടയൽ നിയമം എന്നൊക്കെയാണ് മലയാളം. അപ്പോൾ അതിനെന്താ പ്രത്യേകത? അതിലെത്ര നാൾ അതിനകത്ത് തടവിലിടാൻ പറ്റും? എന്തുകൊണ്ടാണ് കുറച്ച് നോട്ടീസ് കിട്ടിയെന്ന് മാത്രം പറഞ്ഞ് ആക്ഷേപം ഉണ്ടാകുന്ന 2 ചെറുപ്പക്കാരെ പിടിച്ച് എന്തുകൊണ്ടാണ് അവരെ കൃത്യമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്? എന്തൊക്കെ എവിഡൻസുകളാണ് അതിനകത്ത് ആവശ്യം? അപ്പോൾ ചെറുപ്പക്കാരെ ആകർഷിക്കപ്പെടുന്നൊരു മേഖലയാണ്. ഒരു കാലത്ത് പോലീസിന് ഏറ്റവും വലിയ തലവേദനയായിരുന്നു 70കളിലും 80കളിലൊക്കെ. അതൊക്കെ മാറി ഇപ്പോൾ. പക്ഷെ പുതിയതായിട്ട് ഇങ്ങനെ ചെറുപ്പക്കാർ ഈ രീതിയിലേക്ക് തിരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഫസ്റ്റ് ഹാൻഡ് നോളജ് ഉണ്ടാകണം. ആ നോളജ് ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമെന്ന് വെച്ചാൽ അത് ചെയ്യാൻ കഴിയണം. അതുപോലെ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ ചീറ്റ് ചെയ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് പ്രണയം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരുപാട് ചീറ്റ് നടക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവരൊന്നും ശരിയായ ക്രിമിനൽസ് നിങ്ങളുടെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനായിട്ട് പറ്റാതെ പോകുന്നുണ്ടാവും. അതായത് ഒരു പെൺകുട്ടി അവൾ ഗർഭിണിയാവുന്നു, അവളെ ചീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവളെ റേപ്പ് ചെയ്യുന്നു, അവിടെ വളരെ അടുത്ത ബന്ധു തന്നെയാണ്, വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അതൊന്നും ചെയ്യാതെ അവളെ കൈ ഒഴിയുന്ന അവസ്ഥയിൽ വന്ന് അത് സൂയിസൈഡ് ചെയ്യുന്നു. നമ്മുടെ അന്വേഷണം മിക്കവാറും എന്തോ കാരണത്താൽ ജീവിതത്തിൽ നിരാശ തോന്നി വെള്ളത്തിൽ ചാടി മരിച്ചു, ഒരു ആത്മഹത്യ 174 IPC ആയിട്ട് കേസ് അവസാനിക്കും. പക്ഷെ ഒരു വില്ലൻ അതിനകത്ത് പുറകിലുണ്ടാവും ഇതിന് കാരണക്കാരനായത്. അത് അവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ഇവർക്ക് പരാതിയൊന്നും ഉണ്ടാവില്ല അവരെക്കുറിച്ചൊന്നും. നമുക്കൊരു ആത്മഹത്യക്ക് പ്രതിയില്ല, അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. എങ്കിലും പോലീസിൻ്റെ ഞാനൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടെങ്കിലും അവൻ ആരാണെന്നെങ്കിലും അറിഞ്ഞിരിക്കാനും അവനൊന്ന് വിളിച്ചു വരുത്താനും അവനോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവനറിയില്ല എന്ന് പറഞ്ഞോട്ടെ, എന്നാലും അവൻ്റെ ഒരു സാക്ഷി മൊഴി എടുക്കാനും ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ഈ കുഞ്ഞാടത്തി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ ONVയുടെ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, കുഞ്ഞാടത്തി തൻ ഉണ്ണി വയറ്റിലൊരു ഉണ്ണിയുണ്ടായിരുന്നെന്നോ ഇത് ചോദിക്കുന്നുണ്ടല്ലോ. കുഞ്ഞാടത്തി വലിയ ഇഷ്ടമാണെന്നും ഒരു ദിവസം വീട്ടിൻ്റെ മുന്നിൽ കുറേ ആൾക്കൂട്ടമുണ്ടെന്നും പറഞ്ഞിട്ടുള്ള ആ ഉണ്ണിക്കുട്ടൻ്റെ ഒരു രീതിയിലൂടെയാണ് പോകുന്നത്. കുഞ്ഞാടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നും ഏറെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ലാസ്റ്റ് വരുമ്പോൾ ജനക്കൂട്ടം ഇരിക്കുന്നു, അച്ഛൻ മിണ്ടാതിരിക്കുന്നു. അപ്പോൾ കുഞ്ഞാടത്തി അടുത്തുള്ള പുഴയിൽ ഉണ്ണിയേയും കൂട്ടാതെ പോയി ആ പുഴയുടെ ആഴങ്ങളിൽ ചെന്ന് അങ്ങനെ മരിക്കുന്ന ആ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ആ കവിതയാണ്. അപ്പോൾ കുഞ്ഞാടത്തി തൻ ഉണ്ണി വയറ്റിലൊരു ഉണ്ണിയുണ്ടായിരുന്നെന്നോ ഇത് ചോദിക്കും. ആ ഉണ്ണിയെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ള ഞാൻ നിങ്ങളെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ചില വില്ലന്മാർ സമൂഹത്തിൽ നടക്കുന്നുണ്ടാവും പല കാരണങ്ങളാലും. അപ്പോൾ അവരൊക്കെ നമ്മൾ നിയമത്തിൻ്റെ ഇതിൽ ഔട്ട് ഓഫ് ദി വേ ആയാലും അവരെ വിളിച്ചു വരുത്താനും അവരെ ഈ നിയമത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഇത് ഉൾപ്പെടുത്താനും നാളെ അവനെ ഒരു നിരീക്ഷണത്തിലാക്കാനും അത്തരം കാര്യങ്ങൾ സാധിക്കും. അതുപോലെ തന്നെ ഈ ലോക്കപ്പുകളിൽ ഇടുന്ന പ്രതികളെ എത്ര അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പ്രതികൾ അവരെത്ര ഹീനസ് ക്രൈം ചെയ്താലും നമുക്ക് അവരെ ഒരു ദേഷ്യം തീർക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതിന് നിയമമുണ്ട്. പോലീസ് എന്ന് പറഞ്ഞാൽ ലോ എൻഫോഴ്സിങ് ഏജൻസി മാത്രമാണ്, നിലവിലുള്ള നിയമം നടപ്പിലാക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് മാത്രമാണ് പോലീസ്. അല്ലാതെ ഏതെങ്കിലും ഒരു ക്രിമിനലിനെ നമ്മൾ തല്ലിയതിൻ്റെ പേരിൽ അയാൾ പിന്നീട് കുറ്റം ചെയ്യാതിരിക്കുകയോ അവനെന്തെങ്കിലും കുറ്റബോധം തോന്നുകയോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ കൈത്തരിപ്പ് തീർക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ആ രീതിയിൽ വരാൻ പാടില്ല. എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്. പോലീസ് ഈ കള്ളക്കേസിൽ കുടുക്കിയിട്ടും മറ്റു രീതിയിലും ചില ചെറുപ്പക്കാരുടെ ഭാവി, കാരണം അവരുടെ ഭാവി കഴിഞ്ഞു. ചെറുപ്പകാലത്തിൽ അവർക്ക് ഇതുപോലെ ഇത് സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിതമില്ല മുന്നോട്ട്. അപ്പോൾ അതിനൊരു കാരണക്കാരനാകാൻ ഇടവരരുത്. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. എനിക്കിനി ബ്രിമ്മ് ചെയ്യണം, വേറൊരു സബ്ജക്റ്റിലേക്ക് എനിക്ക് വരേണ്ടതുണ്ട്. അടുത്ത ക്ലാസ് ഇവർക്ക് തന്നെയാണോ? അല്ല, ഇവർക്ക് തന്നെയാണോ? ആണോ? ഇതിനൊക്കെ ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ അടുത്ത ഇത് പറയാം. ഒരു മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്യും നിങ്ങൾ.
നമ്മളതിന് ഒരു അരമണിക്കൂർ കൂടി ഉണ്ടാകും. നമ്മളൊരു 6 മണിക്കാണ് അവസാനിപ്പിക്കും. ഇത് തുടങ്ങാൻ ലേറ്റായി. അപ്പോൾ ഇങ്ങുള്ളത് ദുർബല വിഭാഗങ്ങളോടുള്ള പോലീസിൻ്റെ പെരുമാറ്റം. വീക്കർ സെക്ഷൻസ്, പോലീസ് ബിഹേവിയർ ടുവേഡ്സ് വീക്കർ സെക്ഷൻസ്, ദുർബല വിഭാഗങ്ങൾ. ആരാണ് ദുർബല വിഭാഗങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്? പ്രായമായവർ, സ്ത്രീകൾ, പല ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ, എതിരിടാൻ കഴിവില്ലാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾ. ഒന്ന് മാത്രം ഓർക്കുക, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇപ്പം അതിൻ്റെ ഇത് വരാൻ പോവാണല്ലോ. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയത് നമുക്ക് കിട്ടിയത് എപ്പോഴാണ്? അർദ്ധരാത്രിയിലാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. ലോകത്ത് എവിടെയും കിട്ടണ്ടോ ഈ അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം? എന്തായിരിക്കും അതിൻ്റെ കാരണം? അപ്പോൾ ആ ബുക്കൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഒരു ബ്രോഷറെങ്കിലും കിട്ടാവുന്ന രീതിയിൽ നെറ്റിലും സെർച്ച് നോക്കുന്നത് നല്ലതാണ്. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. അതിൻ്റെ ഓതറിൻ്റെ 2 പേരും കൂടിയുള്ള ഓതറിൻ്റെ പേര് പെട്ടെന്ന് ഇതിന് ലാപ്പിയർ മറ്റോ ആണ്. ഒരാൾ അതിൻ്റെ ഇടയിലൊരു വാക്ക് ലാപ്പിയറാണ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് എൻ്റെ വായനയുടെ അന്വേഷണം എത്തിയ ഒരു കാര്യം, ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ആവാം എന്ന് ബ്രിട്ടീഷുകാർ നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്ത് കൺഫേം ചെയ്ത് ചെന്ന് പറഞ്ഞ് നമ്മളത് പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രഖ്യാപിച്ചപ്പോഴാണ് ഭാരതത്തിലെ ജ്യോത്സ്യന്മാർ പറഞ്ഞത് ആഗസ്റ്റ് 15 ഒരു നല്ല ദിവസമല്ല. നോട്ട് ആൻ ഓസ്പീഷ്യസ് ഡേ, ഇറ്റ് ഈസ് എൻ ഒമിനുവസ് ഡേ. ഒരു നല്ല കാര്യങ്ങൾ നടത്താൻ ശുഭകരമല്ലാത്ത ഒരു ദിവസമാണ്. ഞാനത് എവിടെയോ കേട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടോടുകൂടി പറയണമെന്നല്ല. ആഗസ്റ്റ് 15 നല്ല ദിവസമല്ല ജ്യോത്സ്യന്മാർ. അപ്പോൾ ജ്യോത്സ്യന്മാരാണോ ഒരു രാഷ്ട്രത്തെ നയിക്കേണ്ടത്? അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഇതാണ്. എല്ലാ പ്രഖ്യാപനങ്ങളുമായി ആഘോഷങ്ങൾ ആരംഭിച്ചു. എന്നിട്ടാണ് അതിന് പിന്മാറാൻ പറ്റാത്തൊരവസ്ഥയായപ്പോഴാണ് നേരം പുലരുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യം. അത് കുഴപ്പമില്ല, സമയമാണ് പ്രശ്നം, പകലാവാൻ പാടില്ല. അങ്ങനെയാണ് അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ് ഞാനൊരു ബുക്കിൽ വായിച്ചത്. ചിലപ്പോൾ കേൾക്കുമ്പോൾ അത് ശരിയാവണമെന്ന് തോന്നിപ്പോകാറുണ്ട്. അപ്പോൾ ദുർബല വിഭാഗങ്ങളായിട്ടുള്ള ആളുകൾ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ ഇന്നും ഒരു പരിധി വരെ അങ്ങനെയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള എന്ന് പറഞ്ഞ 2 തരം ആളുകളാണ് ഉണ്ടായത്. ടച്ചബിൾസും അൺടച്ചബിൾസും. അയിത്തം, അൺടച്ചബിലിറ്റി. സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ അവർ പങ്കെടുത്തിട്ടുണ്ട്, എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. അൺടച്ചബിൾസും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു ദൂരം, ഒരു തീണ്ടാപ്പാടകലെ, അത്ര അകലെയാണ് നിർത്തിയിരുന്നത് അവർ. ആ ജാതിപരമായിട്ടുള്ള വിവേചനം, ഡിസ്ക്രിമിനേഷൻ, അതാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഭരണഘടന രൂപീകരിച്ചപ്പോൾ അതിനകത്ത് എഴുതി തയ്യാറാക്കിയപ്പോൾ അവരെ ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ടവരെ, അൺടച്ചബിലിറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജാതികളെ സെലക്ട് ചെയ്തിട്ട് അതിൽ ആ ജാതികളെ മുഴുവനും ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ട് അവർക്കെല്ലാവർക്കും റിസർവേഷൻ, അതാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത്. ആ പട്ടികയിൽപ്പെട്ട ഷെഡ്യൂളിൽപ്പെട്ട കാസ്റ്റുകൾ ഈ മെയിൻ ലാൻഡിൽ നിന്ന് മാറി കൂട്ടമായിട്ട് താമസിക്കുന്ന ആളുകൾ, വനങ്ങളിൽ മറ്റും താമസിക്കുന്ന ആളുകൾ, ഗോത്രവർഗങ്ങൾ, അവർ ഷെഡ്യൂൾഡ് ട്രൈബ്സായി. മെയിൻ ലാൻഡിൽ നിന്ന് അകലെ താമസിക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ് ലക്ഷദ്വീപിലുള്ള എല്ലാവരും, അവിടുത്തുകാരും മുസ്ലിംസ് അടക്കം എല്ലാവരും, ഭൂരിഭാഗം വരുന്നവർ പോലും അവർക്ക് മുഴുവനും ST ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ എല്ലാ അവകാശങ്ങളും റിസർവേഷനും ലഭിക്കുന്നുണ്ട്. ഈ ഒറ്റ മെയിൻ കോൺസെപ്റ്റ് അതാണ്. മെയിൻ ലാൻഡിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾ എന്നർത്ഥത്തിൽ. അപ്പോൾ അവർക്ക് 10 വർഷത്തേക്ക് റിസർവേഷൻ, ജോലിയിൽ, വിദ്യാഭ്യാസത്തിൽ ഒക്കെ റിസർവേഷൻ. ഓരോ 10 കൊല്ലം കഴിയുമ്പോൾ അത് റിവൈസ് ചെയ്യും പാർലമെൻറ്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഉദ്ദേശിച്ചിരുന്നത് കുറേ കൊല്ലം കഴിയുമ്പോൾ, അംബേദ്കർക്ക് ഉദ്ദേശിച്ചിരുന്നത്, ശില്പിക്ക് ഉദ്ദേശിച്ചത് കുറേ കൊല്ലം കഴിയുമ്പോൾ അവർ മേൽജാതിക്കാരുടെ ഒപ്പം എത്തും, അപ്പോൾ റിസർവേഷൻ നിർത്താമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഈ ഡിക്കേഡ്സ് കഴിഞ്ഞിട്ടും അതായിട്ടില്ല.
അവരുടെ അവസ്ഥ പല സംസ്ഥാനങ്ങളിലും ശോചനീയമാണ്. കേരളമൊക്കെ ഫാർ ബെറ്റർ. ഇവിടെ ഉണ്ടായ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇവിടെ ഉണ്ടായ പല നവോത്ഥാന പ്രസ്ഥാനങ്ങളും അങ്ങനെ ഒരുപാട് കാരണങ്ങളെ കൊണ്ട് കേരളം ഏറ്റവും വികസിതമായ രാജ്യങ്ങളെക്കാളൊക്കെ ഭേദമാണ്. പക്ഷേ പുറമെ കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ ഒരുപാട് അയിത്തം കൽപ്പിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ അയിത്തത്തിന്, അൺടച്ചബിലിറ്റിക്ക് ഒരു കേസില്ല, ഒരു ഒറ്റ FIR പോലും ഇല്ല. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ എത്രയോ ഉണ്ടാവും, കേരളത്തിൽ അതില്ല. അതിന് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് PCR ആക്ട് എന്ന് പറയുന്നൊരു ആക്ട് വരുന്നുണ്ട്. ആ PCR ആക്ട് വെച്ചിട്ട് ഒരു കേസ് കേരളത്തിലില്ലാത്ത രീതിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജാതിപരമായിട്ടുള്ള ഒരു പോരായ്മകൾ, ഒരു ദൗർബല്യം ആ സമൂഹം, ആ സമുദായങ്ങൾ അനുഭവിക്കുന്നുന്നുള്ള വാസ്തവമാണ്. അവർക്കിപ്പോഴും മറ്റ് പല കാര്യങ്ങളിലും, സ്പോർട്സിൻ്റെ കാര്യങ്ങളിലായാലും കലാരംഗത്ത് ആയിട്ടായാൽ പോലും, ക്ഷേത്രങ്ങളിൽ പോലും, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു ദളിതനായ ഒരാൾക്ക് ഒരു അനുഷ്ഠാന കലയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു കൊമ്പോ കുഴലോ ചെണ്ടയോ മദ്ദളമോ ഒരു മ്യൂസിക്കൽ ഇതിൻ്റെ ഇൻസ്ട്രുമെൻസോ ഉപയോഗിക്കാനായിട്ട് അതിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല. ഇത് സ്റ്റിൽ ഈ വളരെ റീസെൻ്റ് ആയിട്ടാണ് അതിൻ്റെ മുന്നിലുണ്ടായിരുന്ന ബോർഡ് എടുത്ത് മാറ്റിയത്. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അതിനുമുമ്പ് അതിനേക്കാൾ മോശം വാക്കാണ് വെച്ചിരുന്നത്. അങ്ങനെയുള്ള ജാതികൾക്ക് എന്നാണ് ഒരു വാക്കാണ്, ഞാനിപ്പോൾ അതിന് കോമൺ ആയിട്ട് പറയുന്നില്ല മാത്രം. പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ വന്നു. അത് ഇവിടുത്തെ അവർണരായിട്ടുള്ള അവശരായിട്ടുള്ള ആളുകളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ലായിരുന്നു. അന്നത്തെ രാജാവിനോട് അന്നത്തെ ദിവാൻ പറഞ്ഞു, ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള അവർണരായിട്ടുള്ള മുഴുവൻ ആളുകളും മറ്റ് മതങ്ങളായിട്ടിലേക്ക് അവർ മാറിപ്പോവും, മറ്റ് മതങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്തൊരു സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ഒരുപാട് സമരങ്ങളൊക്കെ നടത്തിയിട്ട് നേടിയെടുത്തതാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിലുണ്ട് എങ്കിലും, പ്രത്യേകിച്ച് തലചായ്ക്കാനിടം എല്ലാവർക്കും ഭൂമി, 100% സാക്ഷരത, ഇത്രയ്ക്കുണ്ടെങ്കിലും ഇന്നും പല SC/ST കോളനികളിലൊക്കെ ചെന്നാൽ അവിടുത്തെ ജീവിത ഇതുകൾ വളരെ പിറ്റിയബിളായിട്ടുള്ള രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ പരാതികൾ വരുമ്പോൾ അവർക്കൊരു പ്രയോറിറ്റി തന്നെ കൊടുത്ത്, ഒരു കൺസേൺ കൊടുത്ത് നിൽക്കണം എന്നാണ് ഈ ഉദ്ദേശിക്കുന്നത്. ദുർബല വിഭാഗം എന്ന് പറഞ്ഞാൽ ജാതിപരമായിട്ടുള്ളൊരു മാത്രമല്ല, അത് സാമ്പത്തികമായിട്ടായാലും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ശബരിമലയിലൊക്കെ നല്ല രീതിയിൽ പോലീസ് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു 2 കാലും നടക്കാൻ പറ്റാത്ത ഏതെങ്കിലും രീതിയിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള പോലീസുകാർ കൃത്യമായിട്ട് അതിന് 18-ാം പടി കൃത്യമായിട്ട് ഒരു പടി പോലും ചവിട്ടാൻ നോക്കാതെ ഒരാളും പറഞ്ഞില്ല. ആ രീതിയിൽ വികലാംഗരായിട്ടുള്ള ആളുകളോട് പോലീസ് സമീപനം. പക്ഷെ ഒരു ലോട്ടറി വിൽക്കുന്ന ഒരു സ്ത്രീ, അവർക്ക് 2 കാലും ഇല്ല, ഒരു കൃത്യമായിട്ടുള്ള കാല് വെച്ചിട്ട് നടക്കുന്നൊരു സ്ത്രീയാണ്. അവരെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള സ്ഥലമാണ്. അവിടുത്തെ ഒരു ആനപ്പാപ്പാൻ വന്നിട്ട് ഇവരെ എടുത്ത് വഴക്കുണ്ടാക്കി, ഇവരെ അടിച്ച് ഇവരെ കയ്യിലുള്ള ലോട്ടറിയും അവരെ ലോട്ടറി വിറ്റ് കിട്ടിയ പണവും എടുത്തുകൊണ്ട് അയാൾ പോയി. ശരിക്കും ഒരു റോബറി കേസാണ്. 392 വെച്ചിട്ട് എടുക്കാവുന്ന FIR ഇടാവുന്നൊരു കേസാണ്. ആ കേസിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഈ സ്ത്രീ എന്ന് പരാതി പറഞ്ഞു. അപ്പോൾ സ്ത്രീ ഇങ്ങനെ വളരെ ഞൊണ്ടിയൊക്കെയാണ് വരുന്നത്. എല്ലാവരും നേരത്തെ കുറച്ച് മോശം രീതിയിൽ ജീവിച്ചിരുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ ഒരു മുൻവിധിയോടുകൂടിയാണ് പോലീസ് കാണുന്നത്. പോലീസ് ചിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അവർ ആ പരാതി കൊണ്ടുകൊടുത്തപ്പോൾ. അതായത് ഇവർ നുണ പറയുകയാണെന്നുള്ള മട്ടിലാണ്. സ്വാഭാവികമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ആര് പരാതി കൊണ്ടുവന്നാലും അതിൽ കുറച്ച് കൂട്ടി പറയും. 2 പോകാൻ പോയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ 10 പോകാനൊക്കെ പറയും. അത് പോലീസ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് പരാതിയും ഒരു അതിൻ്റെ എത്രയോ ഇരട്ടി അങ്ങനെയൊക്കെ ചിലപ്പോൾ ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കും. പക്ഷേ അത് കേൾക്കണം. നമ്മൾ ഒരു പരാതി കൊണ്ട് ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ
ആ പറയുന്നു. നമുക്ക് അതിനകത്ത് കുറേ കേൾക്കുമ്പോൾ അറിയാം അതിനകത്ത് എന്തായിരിക്കും ഉണ്ടാവുന്നുള്ളത്. അത് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കുക, FIR ഇടണമെങ്കിൽ FIR ഇടുക. അത് കഴിഞ്ഞിട്ട് പോലീസ് യാതൊരു തരത്തിലും അതിന് വേണ്ട ഗൗരവം എടുക്കുന്നില്ല. അങ്ങോട്ട് മാറിക്കുന്നതിന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, കാരണം ഈ സ്ത്രീക്ക് നല്ല വേദനയുണ്ട്, അവർ അടിച്ചിട്ടും ഇതൊക്കെ ആയിട്ട് പരിക്കുണ്ട് ദേഹത്തിന്. ശരിക്കും പോലീസ് അത് അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ട് അവർ റിക്വസ്റ്റ് കൊടുത്ത് ആശുപത്രിയിലേക്ക് വിടേണ്ടതാണ്. അതാണ് നിയമപരമായിട്ടുള്ള ഒരു FIR ഇട്ടിട്ട് അവർക്ക് റിക്വസ്റ്റ് ചെയ്തിട്ട് കൊടുക്കണം. ഇതിപ്പോൾ കൊടുക്കേണ്ടതാണ്. അവർ നിരാലംബയായിട്ടുള്ള വികലാംഗയായിട്ടുള്ള, ഞാൻ ദുർബല എന്നുള്ളത് ഉദ്ദേശിക്കുന്നതാണ്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവർ അവിടെ നിന്ന് ഒരുപാട് അശ്ലീലം വിളിച്ചു പറഞ്ഞു പോലീസിനെ. പോടാന്നുള്ള മട്ടിൽ തെറി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം അവരങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ പിന്നെ അവരെ അടുത്ത് ധിക്കാരായി, ഇവിടെ നിന്ന് ഞാൻ പിടിച്ച് അകത്തിടും മറ്റേതായി. അപ്പോൾ ആ ഒരു സമീപനം, ആ ഒരു കാലം മാറണം. അത് പിന്നെ മേലുദ്യോഗസ്ഥന്മാരടുത്ത് ചെല്ലുന്നു, അത് പത്രക്കാരെ വിളിക്കുന്നു. അപ്പോൾ അത് അവർ വന്ന് പറയുന്ന അത് എന്ത് ഒരു അടി കൊണ്ടിട്ടാണ് വരുന്നത്. അതുപോലെ ഭിക്ഷാടന ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഇന്നലെ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്, ഭിക്ഷാടനം ഇന്ത്യയിൽ നിരോധിക്കാൻ പറ്റില്ല. ഗതികേട് കൊണ്ടാണ് ഒരാൾ ഭിക്ഷ എടുക്കുന്നത്. അത് 99.9% ശരിയാണ്, 0.1% ശരിയല്ല. കാരണം ഗോവിന്ദസ്വാമി ഭിക്ഷാടന മാഫിയയുടെ ആളാണ്. അതായത് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കി, ഓരോ ഏരിയയിലും കൊണ്ടുവന്ന് ആളുകളെ ഇറക്കി, വൈകുന്നേരം ആകുമ്പോൾ അവരിൽ നിന്ന് മുഴുവൻ ആ കളക്ഷൻസ് പിടിച്ചു പറ്റി അതിൽ നിന്ന് ദിവസവും 50,000 1 ലക്ഷമൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാഫിയ ആളാണ്. കാരണം അതുകൊണ്ടാണ് അവന് 25 ലക്ഷവും 50 ലക്ഷത്തിനൊക്കെ വക്കീലന്മാരെ സുപ്രീം കോടതിയിൽ അവന് വയ്ക്കാൻ കഴിഞ്ഞത്, ഒരു കയ്യില്ലെങ്കിലും. അപ്പം അങ്ങനെ ഒരു ചെറു വിഭാഗം ഉണ്ടെങ്കിൽ തന്നെയും ഒരു ദൈന്യതയോടുള്ളൊരു നോട്ടം, അവരുടെ ജീവിതം കഴിയാറായി, കൈ നീട്ടുമ്പോൾ പലരും സോഷ്യൽ മീഡിയ പറയേണ്ട അവർക്ക് പൈസ കൊടുക്കരുത് എന്നാലേ നിന്ന് പോവുള്ളൂ എന്നൊക്കെ. പക്ഷെ ഒരു മനുഷ്യാത്മാവല്ലേ, നിൻ്റെ പാദങ്ങളിൽ വീണ് അത് ഇന്ന് വരെ അന്ത്യവിശ്രമം ആവുന്നത് വരെ മനുഷ്യാത്മാവ് അസ്വസ്ഥമായിരിക്കുമെന്ന് ബൈബിളിൽ സങ്കീർത്തനങ്ങളിൽ സെൻറ്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട്. നിൻ്റെ പാദങ്ങളിൽ സായുജ്യമടയുന്നത് വരെ മനുഷ്യൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. മനസ്സിന് എന്നും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അവിടെ നിൽക്കുമ്പോൾ ഒരു ഭിക്ഷാപാത്രവുമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ ചിലപ്പോൾ അത് ഭിക്ഷാടന നിരോധന മേഖലയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ലത്തി കൊണ്ട് അതങ്ങനെ അടിച്ച് മാറ്റുക, ഭിക്ഷാപാത്രത്തിൽ അടിക്കുക. മാർക്ക് ഇരിക്കുന്ന ഫുട്പാത്തിലാണ്, മനുഷ്യന്മാർ ഇരിക്കുന്നിടത്ത് കൈ നീട്ടിയാലേ അവർക്ക് കാശ് കിട്ടുള്ളൂ. അത് അവിടെ ഇരുന്നോളാൻ പറയാനോ നിങ്ങൾ ഇനിയും ഭിക്ഷ നേടിക്കോളാൻ പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവർ നിങ്ങളെ കണ്ണിലെ നോക്കുക, നിങ്ങളുടെ ഭാവം അറിയാനായിട്ട്. പ്രായമായി കണ്ണട വെച്ചിട്ടൊന്നുമല്ലല്ലോ ഇരിക്കുന്നത്. നിങ്ങളുടെ ഭാവം അറിയാൻ നിങ്ങളുടെ മുഖത്തെ കണ്ണിലേക്കാണ് നോക്കുക. നിങ്ങളും അതിന് ചെയ്താൽ മതി. നിങ്ങൾ അവരെ കണ്ണിലേക്ക് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ലാത്തി ഉയർത്താൻ തോന്നില്ല. ഷൂ പൊക്കി നിങ്ങൾ അടിക്കാൻ ചവിട്ടാൻ പോലെ നിങ്ങൾ കാണിക്കില്ല. കാരണം ആളുകൾ വരുന്ന വഴിയിൽ ന്യൂസൻസ് ആവും. ഈ ലോട്ടറി വിൽക്കുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ, അവരാളുകൾ വരുമ്പോൾ 3-4 ആളുണ്ടെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് മുന്നിൽ വന്ന് നിൽക്കുക പറയും. അപ്പോൾ അവിടെയൊക്കെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ കോവിഡ് സമയം, ട്രിപ്പിൾ ലോക്ക്ഡൗൺ, സകല സ്ഥലത്തും സകല പോക്കറ്റ് റോഡുകളും വലിച്ചു കെട്ടി. അപ്പോൾ ആ സമയത്ത് ഒരാൾ വരുന്നു, നടന്നോ സ്കൂട്ടറിലോ എങ്ങനെയോ വരുന്നു. ഇപ്പോൾ പലരും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ അവർ പറയുന്ന ഒരു മറുപടി, അതായത് ഇപ്പോൾ ഞാൻ നാളെ അത്യാവശ്യമായിട്ട് ഞാൻ ഒരാൾ വരെ പോകുന്നുണ്ട് നമ്മുടെ റൂട്ടിൽ കൂടെ. അപ്പോൾ SIയോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും തടസ്സം ഉണ്ടാവോ, ചെക്കിങ് ഉണ്ടാവോ? എൻ്റെ കയ്യിൽ വേറെ ഞാൻ അഫിഡവിറ്റൊന്നും കാര്യങ്ങളൊന്നുമില്ല, ഇന്ന കാര്യത്തിലാണ് പോകുന്നത്, എന്നെ അറിയാം. അപ്പോൾ അയാളെ SIക്കും അറിയാം, CIക്കും അറിയാം, എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. അപ്പോൾ അവർ പറയുന്നൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഒരു അഫിഡവിറ്റ് വെച്ചോളൂ. ചിലപ്പോൾ നിങ്ങൾ ഈ പോകുന്ന വഴിയിൽ ഈ ക്യാമ്പിൽ നിന്ന് വന്ന പോലീസുകാരായിരിക്കും, എന്താ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ക്യാമ്പിൽ നിന്ന് വന്ന പോലീസുകാരായിരിക്കും. എന്നോടും പറഞ്ഞതാണ്, ഞാൻ പോയില്ല അന്നത്തെ ദിവസം. ഇവിടെ ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട്, നിങ്ങൾക്ക് ആദ്യമായിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അത് അവർ പലപ്പോഴും, കാരണം അവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് ഫീൽഡിൽ കിട്ടുക, അവർക്ക് എന്ത് വർക്ക് എക്സ്പീരിയൻസാണ് ഉള്ളത്?
മറ്റേതെന്ന് പറഞ്ഞാൽ നേരെ ബറ്റാലിയനിൽ നിന്ന് വന്ന് ARൽ വന്ന് പിന്നെ ലോക്കലിൽ വന്നിട്ടുള്ള ആളുകളാണ് ഇവിടെ വരുന്നത്. അവർക്ക് അത്തരം ജനങ്ങളെ കണ്ട് പരിചയമുണ്ട്, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പരിചയമുണ്ട്. ഇതെനിക്കൊരു CPOസിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ഇത് പറയേണ്ട കാര്യമില്ല. അവരിൽ ഭൂരിഭാഗം പേരും വലിയ ശതമാനം ആൾക്കാർ അത് ഉൾക്കൊണ്ടവരായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ നിൽക്കുന്നൊരു സമയത്ത് ഇതൊരാൾ വന്ന് ഒരാൾ സങ്കടം പറയുമ്പോൾ അവളെ തിരിച്ചയക്കാനോ, എൻ്റെ ആശുപത്രിയിൽ കിടക്കുകയാണ് ഒരാൾ, രോഗിയാണ്, അവരെ മുഴുവനും കഥയൊന്നും പറയാൻ കേട്ടിട്ട് നിങ്ങൾ വിടുമെന്നൊന്നും നിൽക്കരുത്. എന്നിട്ട് വിടാതിരിക്കുന്നവരും കാലത്ത് തന്നെ മെനക്കെട്ട് ഞങ്ങൾ പോലീസിനെ മെനക്കെടുത്താൻ വേണ്ടി കുറേ എണ്ണങ്ങളുടെ ഇറങ്ങും എന്ന കമൻറ്റുകൾ, അത് എന്തെങ്കിലും ഒരു അത്യാവശ്യം ചുറ്റുപാടുള്ളവനൊക്കെ ആണെങ്കിൽ അവനെ അത് വന്ന് സംസാരിക്കാനൊക്കെ അറിയാം, സംസാരിക്കേണ്ട രീതിയിൽ സംസാരിക്കാനറിയാം, അവരോട് ആരും തടുക്കൂല. ഈ ദയയ്ക്ക് വേണ്ടി യാചിക്കുന്നത് ഈ പറയുന്ന വീക്കർ സെക്ഷനാണ്. പ്രായമുള്ളവരാവാം, പ്രായമില്ലാത്തവരാവാം, അവർക്കൊന്നും അറിയില്ല. പോലീസിനെ പേടിയാണ്. വലിയൊരു ശതമാനം ജനങ്ങൾക്ക് ഇന്നും പോലീസിനെ പേടിയാണ്, ബഹുമാനമല്ല. ആ ബഹുമാനം തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിക്കാൻ ഒരു കാലത്തും ഉണ്ടായിട്ടൊന്നുമില്ല കേരളത്തിൽ, എന്നും പേടി തന്നെയായിരുന്നു. അത് കൊണ്ടുവരണം, അങ്ങനെ മാറ്റി പറയുകയാണ്. ഇങ്ങനെ ഇത്രയധികം ഒരു പ്രതീക്ഷകളോടെ പുറത്തു വരുന്ന ഒരു അടുത്തൊരു ബറ്റാലിയനാണ് നിങ്ങൾ. നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങൾ വലിയ മഹാകാര്യമൊന്നും ചെയ്യണ്ട. നിങ്ങളോട് പേടിയല്ലാതെ റെസ്പെക്റ്റ് തോന്നുന്ന രീതിയിൽ ആക്ട് ചെയ്യുക, സംസാരിക്കുക, ഒന്ന് കേൾക്കുക. അവിടെയൊന്നല്ല നമ്മുടെ ഈ അധികാരം കാണിക്കേണ്ടത്, കാക്കിയുടെ വലിപ്പം കാണിക്കേണ്ടത്. ഇത് സർവീസിനുള്ളതാണ് ഈ കാക്കി. പിന്നെ കാക്കി മാറ്റണം എന്ന് കുറേ ആളുകളൊക്കെ പറഞ്ഞിരുന്നു. ഇത് പണ്ട് തൊട്ടേ ബ്രിട്ടീഷുകാരുള്ള കാലത്ത് തൊട്ടുള്ളതാണ് ഈ കാക്കി. കാക്കിന്ന് കേട്ടാൽ തന്നെ ജനങ്ങൾക്ക് വേഷിയാണ്. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള പോലെ നീല ആക്കിയാലോ വെള്ളയും വെള്ളയാക്കിയാലോ വെള്ളയും നീലയാക്കിയാലോ എന്ന് ചോദിച്ചു. അവസാനം അതൊന്നും ആയില്ല. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, മുഷിഞ്ഞാലും ഇത്രയും തിരിച്ചറിയാത്തൊരു കളർ വേറെയില്ല. അപ്പോൾ കാക്കിയെ കാണുന്ന ആളുകൾക്ക് പേടിയല്ല, തരത്തിലല്ല. ഒരാളിങ്ങനെ മടിച്ചു അത് പറയാനൊന്നും അറിയില്ല പലർക്കും. പോലീസിനോട് ശരിക്കുള്ള കാരണമായിരിക്കില്ല ബബ്ബ എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുന്ന ഒരാൾ ശരി പോയിക്കോളൂ, പോയിട്ട് വാ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരാളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ കോവിഡ് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് ചെയ്യുന്നത്, അല്ലാണ്ട് ജനങ്ങളെ തടയാൻ വേണ്ടിയിട്ടാണോ ഈ പ്രോട്ടോക്കോള്? കുറേ കഴിയുമ്പോൾ അതിന് ലക്ഷ്യം എന്തിനാണെന്നുള്ളത് മറന്നു പോവുകയാണ്. പരമാവധി ആളുകളെ വീട്ടിനകത്ത് സ്റ്റേ ഹോം. ഒരു ഓട്ടോറിക്ഷക്കാരന് 6 മാസമായിട്ട് ഓടാൻ പറ്റിയില്ലെങ്കിൽ അവൻ്റെ ഓട്ടോറിക്ഷയുടെ ഇത് ആരടയ്ക്കും? ഭക്ഷണം മാത്രം കിട്ടിയാൽ മതിയോ? എവിടെയെങ്കിലും പോക്ക് വരവിന് അതിനകത്ത് പെട്രോൾ അടിക്കണ്ടേ? അപ്പം അങ്ങനെ ഒരു ദയനീയ ഭാവത്തോടു കൂടി ഒരാൾ വന്ന് നിൽക്കുമ്പോൾ എല്ലാം ലെറ്റ് ലൂസ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാം ഇങ്ങനെ അഴിച്ചു വിടണം എന്നുള്ള രീതിയിൽ നിൽക്കണം എന്നല്ല പറയുന്നത്. അപ്പോൾ അവിടെ ഒരു സൗമ്യമായ ഒരു പെരുമാറ്റം, അത് നിങ്ങളിൽ നിന്ന് ജനങ്ങളെ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ക്ലാസ്സിൻ്റെ മെസ്സേജ് തന്നെ അതാണ്. പരമാവധി ക്ഷമയുണ്ടാകുക. ഇപ്പോൾ ശ്രേയ സിംഗാൾ എന്ന് പറയുന്ന ഒരാളുടെ അങ്ങനെ ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനൊരു പേഴ്സണെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ശ്രേയ സിംഗാൾ, DK ബസു എന്ന് കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ഏതെങ്കിലും IPC CRPC എടുക്കുന്ന ആൾക്കാർ പറയേണ്ടാവുണ്ട്. പഴയ ഒരു സംഭവമാണ്. ഒരു അറസ്റ്റ് ചെയ്യുമ്പോൾ 10 നിബന്ധനകൾ ഏതൊക്കെ ചെയ്യണമെന്നൊക്കെയുള്ളതിനെ കുറിച്ച് പറഞ്ഞു പ്രസിദ്ധമായ ഒരു വിധിയാണ് DK ബസുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിധി. ഇപ്പോൾ ഞാൻ പറയുന്നു, ശ്രേയ സിംഗാൾ എന്ന് പറയുന്ന വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊക്കെയാണ് അതിൻ്റെ മുഴുവനും. സുപ്രീം കോടതിയിലെ ഒരു ഹർജിയുടെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിധിയാണ് ഈ പറയുന്നത്. അതിലാണ് ഈ IT ആക്ടിൽ ഈ സൈബറായിട്ട് മൊബൈലും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കേസുകളും കൈകാര്യം ചെയ്യുന്നത് IT ആക്റ്റാണ്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, വിവരസാങ്കേതിക വിദ്യ നിയമം. ആ നിയമത്തിൽ നമുക്കത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒരാളുടെ അശ്ലീല ചിത്രങ്ങളിടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരായിട്ട് നമ്മൾ കേസെടുത്തുകൊണ്ടിരുന്നത് IT ആക്ടിൽ 66A എന്ന വകുപ്പ് പ്രകാരമാണ്. ആ 66A എന്ന വകുപ്പ് ഫ്രീസ് ചെയ്ത തീരുമാനമാണ്. അപ്പോൾ അതൊരു സ്പെസിഫിക് നോളജ് ആയിരിക്കണം. എങ്ങനെ കേട്ടു എങ്ങനെ പോയി എന്നുള്ളതല്ല. ശ്രേയ സിംഗാൾ ഞാൻ കേട്ടിട്ടുണ്ട്.
ഈ ഇവരുടെ പരാതിയിലുള്ള ആ കേസിലാണ് 66A എന്ന് പറയുന്ന ആ നിയമം ഫ്രീസ് ചെയ്ത് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ആക്ട് വെച്ചിട്ട് ആ വകുപ്പ് വെച്ചിട്ട് കേസെടുക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഈ സൈബർ ക്രൈമുകൾ ഒരുപാട് കൂടി വരുന്നു. 2015 മുതലത്തെ ഉള്ള അവസ്ഥയാണ്. അതുപോലെ തന്നെ ഈ സൈബർ ക്രൈംസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിനൊരുപാട് പരിമിതികളുണ്ട്. അടുത്ത കാലത്ത് നിങ്ങൾ ഏതെങ്കിലും IT ആക്ട് വെച്ചിട്ട് ഒരാളെ ജയിലിലിട്ടിരുന്ന് കേട്ടിട്ടുണ്ടാവില്ല. എത്ര കാലമായി നമ്മൾ കേസെടുക്കാൻ തുടങ്ങിയിട്ട്? 2000 തൊട്ട് തുടങ്ങിയതാണ്. എന്നിട്ട് എന്തേ ഒരാളെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റാത്ത? വാട്സാപ്പിൽ കൊടുത്തു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൊടുത്തു, അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് നമ്മൾ FIR കാര്യങ്ങളൊക്കെ ഇട്ടു, പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് മുഖ്യമന്ത്രിയുടെ ദേഹത്ത് ശബരിമല സീസണിലൊക്കെ കുറേ ഇത് മാലയൊക്കെ ഇട്ടിട്ട് അതിനകത്തൊരു അടിക്കുറിപ്പൊക്കെ ഇട്ടിട്ട് ചില ആളുകളിട്ടു. അതിലൊക്കെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പോലീസിന് കഴിയുന്നില്ല. എന്തായിരിക്കും കാരണം? അപ്പോൾ അത് ഒന്ന് ചിന്തിക്കുക. കാരണം ഞാനൊരു സ്പാർക്കാണ് തരുന്നത്, പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാനുള്ള ഒരു സ്പാർക്ക്. കാരണം അതൊരു ട്രാൻസ്നാഷണലാണ്. പലപ്പോഴും ട്രാൻസ്ജെൻഡർ എന്ന് കേട്ടിട്ടില്ലേ? അതാണ് കഴിഞ്ഞ ദിവസം അനന്യ ആത്മഹത്യ ചെയ്തു. അതിൻ്റെ അടുത്ത ദിവസം പിന്നെ അവളുടെ ഒരു സുഹൃത്ത് സൂയിസൈഡ് ചെയ്തു. അവർക്ക് ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ, അവരുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടന്ന സ്ഥലത്ത് എന്താ പറയുക, ഹീൽ ചെയ്യാത്ത രീതിയിലുള്ള മുറിവുണ്ടായി. അവർക്ക് ആ ആശുപത്രികളിൽ ഒരുപാട് പണം ചിലവാകുന്നു, അവർക്ക് വേദന സഹിക്കാൻ പറ്റുന്നു, അവർക്ക് ഉണ്ടായ കുറേ തിക്തമായ ചില അനുഭവങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസ്ജെൻഡേഴ്സ്, അതും ഈ ദുർബല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഏറ്റവും കൂടുതൽ അവഹേളനം സഹിക്കുന്നവർ. ഒരു ട്രെയിനിൽ കയറിയാൽ, ബസ് കയറിയാൽ, ബസ് 4 ആളുകളോടത്ത് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ പരിഹാസത്തോടു കൂടി നോക്കുന്ന ആളുകൾ ട്രാൻസ്ജെൻഡേഴ്സ്. ഇവിടെ പറഞ്ഞ ട്രാൻസ്നാഷണലാണ്. പല ക്രൈംസിൻ്റെയും രാജ്യാതിർത്തി കടന്നിട്ടാണ് അത് ഓപ്പറേഷൻസൊക്കെ. ഇന്ത്യയിൽ തന്നെയല്ല, അത് വേറെ ഏതോ രാജ്യത്തിരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നൊരു കേസാണ്. അപ്പോൾ അതിലേക്ക് തെളിവുകൾ എങ്ങനെയാണ് നമ്മൾ കോടതിയിൽ ഹാജരാക്കുക? കോടതിയിൽ ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ ഇതിലെ സാക്ഷിമൊഴികളുണ്ടാവണം, അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത്തരത്തിലുള്ള ഡോക്യുമെൻ്ററി എവിഡൻസുകൾ ഉണ്ടാവണം. അത് സംശയാതീതമായിരിക്കണം, അതിൻ്റെ ഒറിജിനലായിരിക്കണം, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും എടുക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഡോക്യുമെൻറ്റ്സ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ട്രാൻസ്നാഷണൽ. അപ്പോൾ സൈബർ ക്രൈംസ് പലതും ട്രാൻസ്നാഷണൽ ക്രൈംസാണ്. അത് അതിന് മാത്രമേ ഉള്ളൂ. ബാക്കി കൊലപാതകം തുടങ്ങി നമുക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും ഇവിടെ കിട്ടും. ഇപ്പാണെങ്കിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും ഇവിടെ കിട്ടും. പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ മറ്റേതൊക്കെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ അതിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞാൽ ഈ സംഭവങ്ങളൊന്നും തരില്ല, ഇവരാരും തരില്ല. പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള കേസുകളിൽ മാത്രം സ്റ്റേറ്റ് കടപ്പെട്ടിട്ടാണ് കുറച്ച് ഈ മെസ്സേജുകളിലേക്ക് കോപ്പിയെങ്കിലും നമുക്ക് തരുന്നത്. അപ്പോൾ അതൊരു വലിയ പോരായ്മയാണ്. ഈ സൈബർ ക്രൈംസുകൾ ഇത്തരത്തിൽ ശിക്ഷ കൊടുക്കാൻ പറ്റാതിരുന്നു. അതുപോലെ തന്നെ അത് ഒരുപാട് വർദ്ധിക്കുന്നതിൻ്റെയും കാരണം. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ എവിടെയും പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരുപാട് നിങ്ങൾ ലേറ്റാണ്. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറയാം. 2 തരം നീതി പാടില്ല. പാവപ്പെട്ടവനോടും ചോദിക്കാനും പറയാനില്ലാത്തവനോടും ഒരു നീതിയും, ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ആളുകളോട് വേറൊരു രീതിയും എന്ന രീതി പാടില്ല. പിന്നെ ഒരു മഹാത്മാഗാന്ധി, ഞാനെൻ്റെ ക്ലാസ് ലാസ്റ്റ് ആയതുകൊണ്ട് പറയുന്നതാണ്, അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഒരു ഭാരതീയനുണ്ടാകണം. കാരണം ഇങ്ങനെ ഒരു മനുഷ്യൻ മജ്ജയും മാംസവുമായി ഭൂമിയിൽ നടന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന വേറൊരു തലമുറ അത് വിശ്വസിക്കാൻ ഏറെ പ്രയാസപ്പെടും എന്ന് പറഞ്ഞത് ഐൻസ്റ്റീനാണ്. ആ മഹാത്മാഗാന്ധിയെക്കുറിച്ച് അറിയണം. ഈ 47 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി 5 മാസം കഴിഞ്ഞ് അദ്ദേഹം കൊല്ലപ്പെടുന്ന ആ സമയം വരെ ഉണ്ടായ
ഭാരതത്തിൻ്റെ ചരിത്രത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത്, വിദേശ രാജ്യമായാലും ആഭ്യന്തരമായാലും വിദേശമായാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന സകല തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും തുടക്കം. കാരണം ഈ തലസ്ഥാനത്ത് ആഘോഷങ്ങൾ, സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആഘോഷങ്ങൾ പൂരമായിട്ട് നടക്കുമ്പോൾ ഇങ്ങ് നഖാവലിയിൽ ചേരികളിൽ പരസ്പരം ഭാരതീയ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി നുറുക്കി മരണപ്പെടുമ്പോൾ ആ തലപോയ കബന്ധങ്ങളുടെ മീതെ കൂടെ നടന്നു നീങ്ങിയ ആ ഗാന്ധി, അപ്പോൾ അങ്ങനെ അന്ന് ആ ഒരു രാജ്യം വിഭജിച്ചു പോയപ്പോൾ ഈ നാട്ടിൽ അതോടുകൂടി സമാധാനം ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ പിന്നീടുണ്ടായ കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ബംഗ്ലാദേശായിട്ട് ഒരു രാഷ്ട്രമാക്കിയിട്ട് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആക്കിയിട്ട് മാറുന്നതിൽ ഇന്ത്യ അവർക്ക് സഹായകരമായി നിന്നു എന്ന ഒരിക്കലും തീരാത്ത കടുത്ത പകയാണ് പാകിസ്ഥാൻ ഭാരതത്തിനോടുള്ളത്. അതുകൊണ്ടാണ് കാശ്മീർ അവരൊരിക്കലും നമുക്ക് ശാന്തി തരില്ല. ഇന്ത്യയിൽ സാമ്പത്തിക രംഗം എങ്ങനെയെല്ലാം അത് തകർക്കാൻ പറ്റുമെങ്കിൽ അത് മുഴുവനും കള്ളനോട്ടിലൂടെ ആയാലും മറ്റു രീതിയിലൂടെ ആയാലും ISIയുടെ ചാരന്മാർ വഴിയായാലും രാജ്യത്ത് അത് വ്യാപിക്കും. ഇവിടെ എല്ലാ എന്താ പറയുക സമരഘോഷങ്ങളുടെയും പുറകിൽ അവർ എന്തെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കും. അപ്പോൾ മനസ്സിലാക്കുക, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാസന്തി ലക്ഷ്മി ഞാനെന്ന് പറഞ്ഞ പോലെ ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ പോലീസ് സ്റ്റേഷൻ ആ രീതിയിലാവരുത്. അത് ഒരു സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ നാഷണലായിട്ടുള്ള കാര്യം, ഇൻ്റർനാഷണലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ യഥാസമയം അതിന് വേണ്ടിയിട്ട് അത് TV തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചാനലുകളുണ്ട്. ഏതെങ്കിലും ചാനലിൽ പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം, ഒരു 10 കാര്യങ്ങളെങ്കിലും ഒരു ദിവസം നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് ഡയറിയിൽ നോട്ട് ഡൗൺ ചെയ്യുക. നിങ്ങളുടെ ജനങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഏറ്റവും അന്തസ്സായിട്ട് ഏറ്റവും ആർദ്രമായിട്ട് ഏത് ക്രിമിനൽസിനെ കാണുമ്പോഴും അവരെ മനുഷ്യരായിട്ട് കാണാനായിട്ടുള്ള ഒരു അത്രയും വലിയൊരു ഉദാത്തമായിട്ടുള്ളൊരു ഭാവം നിങ്ങളിൽ ഉണ്ടാകണം എന്നാണ് എനിക്ക് ഈ ഒരു മെസ്സേജായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇതിനകത്ത് 1% നിങ്ങളത് ഉൾക്കൊള്ളാൻ ആയെങ്കിൽ അത് ഞങ്ങൾക്ക് യഥാർത്ഥനാണെങ്കിൽ ചാരിതാർത്ഥ്യം ഉണ്ടാകും. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ എവിടെയെങ്കിലും മേഖലയിൽ, സർവീസ് മേഖലയിലോ അല്ലാത്ത രീതിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഇഫ് യു റെക്കഗ്നൈസ് മീ, എന്നെ കാണുകയാണെങ്കിൽ, എന്നെ മനസ്സിലാവുകയാണെങ്കിൽ, എൻ്റെ അടുത്ത് വരുന്നതിന്, എൻ്റെ സുഖാന്വേഷണം നടത്തുന്നതിൽ എനിക്ക് ഒരുപാട് ഒരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. അത് ഞാൻ കാണും, അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുതന്നെയാണ് എൻ്റെ ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. ഓക്കെ, താങ്ക് യു.